ഹലോ മക്കളെ, എല്ലാവർക്കും വിങ്സ് അക്കാദമിയുടെ ഓൺലൈൻ ക്ലാസ്സിലേക്ക് സ്വാഗതം. അപ്പൊ നമ്മൾ ഇന്ന് +1 മാത്സിലെ ക്യാപ്സ്യൂൾ സീരീസ് ആണ് നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. അതായത് +1 മാത്സിലെ സെറ്റ് എന്ന ചാപ്റ്ററിലെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് ആണ് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. ഇത് നമ്മൾ ആ ചാപ്റ്റർ പഠിക്കുന്നതിന്റെ ഒപ്പം നിർബന്ധമായിട്ടും ഈ ക്വസ്റ്റ്യൻസും കൂടെ നമ്മൾ എക്സാമിന് നോക്കി പോകണം. അത്രയും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പേഴ്സും കൂടെയാണ് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് കേട്ടോ. അപ്പൊ നമുക്ക് നേരെ ചാപ്റ്ററിലോട്ട് പോവാം. ഓക്കെ, ഇവിടെ ഫസ്റ്റ് ക്വസ്റ്റ്യൻ എന്താണ് എഴുതിയിരിക്കുന്നത്? റൈറ്റ് ദ സെറ്റ് എ ഈക്വൽ ടു സെറ്റ് 1 4 9 16 25 എക്സെട്ര ഇൻ ദ സെറ്റ് ബിൽഡർ ഫോം. അതായത് ഇവിടെ ഒരു സെറ്റ് തന്നിട്ടുണ്ട്, എ എന്ന് പറയുന്ന ഒരു സെറ്റാണ് നമുക്ക് തന്നേക്കുന്നത്. ആ സെറ്റിന് എന്ത് ചെയ്യണം? സെറ്റ് ബിൽഡർ ഫോമിലേക്ക് എഴുതണം. അതായത് ഈ തന്നിരിക്കുന്ന സെറ്റിന്റെ സെറ്റ് ബിൽഡർ ഫോം എഴുതണം. എന്താണ് സെറ്റ് ബിൽഡർ ഫോം? നമ്മൾ സെറ്റിനെ രണ്ട് രീതിയിലാണ് റെപ്രസെന്റ് ചെയ്യുന്നത്. ഫസ്റ്റ് വൺ റോസ്റ്റർ ഫോമും, അടുത്തതാണ് എന്തെന്ന് പറയുന്നത് സെറ്റ് ബിൽഡർ ഫോം. ഇതിൽ റോസ്റ്റർ ഫോമിലാണ് നമുക്ക് ഇവിടെ ക്വസ്റ്റ്യൻ തന്നേക്കുന്നത്. റോസ്റ്റർ ഫോമിലുള്ള സെറ്റിനെ നമ്മൾ എന്തിലോട്ട് മാറ്റണം? സെറ്റ് ബിൽഡർ ഫോമിലേക്കാണ് നമുക്ക് കൺവേർട്ട് ചെയ്യാനുള്ളത്, മാറ്റി എഴുതാനുള്ളത്. ഇവിടെ നോക്കി, റോസ്റ്റർ ഫോം എന്ന് വെച്ചാൽ എന്താണ്? ഒരു സെറ്റിനുള്ളിലെ എലമെന്റ്സ് എന്ന് വെച്ചാൽ എന്താണ്? സെറ്റിനുള്ളിൽ എഴുതിയിരിക്കുന്ന മെമ്പേഴ്സിനെ നമ്മൾ വിളിക്കുന്ന പേരാണ് എലമെന്റ്സ്. ഒരു സെറ്റിനുള്ളിലെ എലമെന്റ്സിനെ കോം ഇട്ട് റെപ്രസെന്റ് ചെയ്യുന്നതിനെയാണ് നമ്മൾ എന്തെന്ന് പറയുന്നത്? റോസ്റ്റർ ഫോം എന്ന് പറയുന്നത്. അപ്പൊ ഇവിടെ തന്നിരിക്കുന്നത് റോസ്റ്റർ ഫോം ആണ്. ഇനി തന്നിരിക്കുന്ന സെറ്റിനെ നമ്മൾ എന്തിലോട്ട് മാറ്റണം? സെറ്റ് ബിൽഡർ ഫോമിലേക്കാണ് മാറ്റേണ്ടത്. സെറ്റ് ബിൽഡർ ഫോം എന്ന് വെച്ചാൽ എന്താണ്? നമുക്കൊരു സെറ്റ് തന്നിട്ടുണ്ടെങ്കിൽ ആ സെറ്റിലത്തെ എലമെന്റ്സിന് ഒരു കോമൺ പാറ്റേൺ ഉണ്ടാവും, അല്ലെങ്കിൽ ഒരു കോമൺ പ്രോപ്പർട്ടി ഉണ്ടാവും. എന്താണോ അതിന്റെ ആ ഒരു കോമൺ പാറ്റേൺ, അത് എന്തിലോട്ട് മാറ്റാ? സെന്റൻസ് വൈസിലോ അല്ലെങ്കിൽ ഒരു ഇക്വേഷൻ ഫോമിലോ എഴുതുന്നതിനാണ് എന്തെന്ന് പറയുന്നത്? അതിന്റെ സെറ്റ് ബിൽഡർ ഫോം, ഒരു സെറ്റിന്റെ സെറ്റ് ബിൽഡർ ഫോം എന്ന് പറയുന്നത്. അതായത് റോസ്റ്റർ ഫോമിൽ തന്നിരിക്കുന്ന സെറ്റിന്റെ ഉള്ളിൽ എഴുതിയിരിക്കുന്ന എലമെന്റ്സിന് ഒരു കോമൺ പാറ്റേൺ ഉണ്ടായിരിക്കും, അല്ലെങ്കിൽ ഒരു കോമൺ പ്രോപ്പർട്ടി ഉണ്ടായിരിക്കും. അതിനെ നമ്മൾ സെന്റൻസ് വൈസിൽ എഴുതുന്നതിനാണ് നമ്മൾ സെറ്റ് ബിൽഡർ ഫോം എന്ന് പറയുന്നത്. അപ്പൊ ഇവിടെ എ എന്ന് പറയുന്ന സെറ്റ് ആണ് നമുക്ക് തന്നിരിക്കുന്നത്. ഇവിടെ എ എന്ന സെറ്റ് ആണ് നമുക്ക് തന്നേക്കുന്നത് അല്ലെ. ഇവിടുത്തെ സെറ്റില് ഏതൊക്കെയാണ് എലമെന്റ്സ്? 1 4 9 16 25 എക്സെട്ര. ഈ തന്നിരിക്കുന്ന സെറ്റ് ഒരു ഇൻഫൈനൈറ്റ് സെറ്റ് ആണ് അല്ലെ. അതിൽ ലാസ്റ്റ് എവിടം വരെയാണ് സെറ്റ് എലമെന്റ് എന്ന് നമുക്ക് പറഞ്ഞിട്ടുണ്ടോ? ഇല്ല, എക്സെട്ര എന്നാണ് പറഞ്ഞിരിക്കുന്നത്. അതായത് ഈ സെറ്റ് ഇൻഫൈനൈറ്റ് ആണ്. അങ്ങനെയാണെങ്കിൽ ഇതിലത്തെ എലമെന്റ്സ് ആണ് 1 4 9 6 16 25 എന്ന് പറയുന്നത്. ഈ എലമെന്റ്സിനൊക്കെ ഒരു കോമൺ പ്രോപ്പർട്ടി ഉണ്ട്. എന്താണ് ഇവിടെ എഴുതിയിരിക്കുന്നത്? 1 ആണ്. അതെ, അതായത് 1 സ്ക്വയർ. ഈ 4 എന്ന് പറയുന്നതിന് നമുക്ക് 2 സ്ക്വയർ എന്ന് എഴുതാലോ. അതേപോലെ 9 എന്നുള്ളത് 3 സ്ക്വയർ. അത് അടുത്ത എലമെന്റ് എന്താണ്? 4 സ്ക്വയർ. അടുത്ത എലമെന്റ് എന്താണ്? 5 സ്ക്വയർ എക്സെട്ര. ഈ രീതിയിലാണ് പോണത് അല്ലെ. അതായത് ഇവിടെ പവർ എല്ലാം സെയിം ആണ്. പവർ ആയിട്ട് എഴുതിയിരിക്കുന്നത് 2 ആണ്. അതായത് സ്ക്വയർ ആണ് എല്ലാത്തിന്റെയും കണ്ടുപിടിക്കുന്നത്. അപ്പൊ ബേസിൽ വരുന്ന നമ്പേഴ്സിനാണ് എന്ത് വന്നേക്കണത്? ചേഞ്ച് വന്നേക്കണത്. അതായത് n സ്ക്വയർ എന്ന രീതിയിലാണ് ഇവിടത്തെ പാറ്റേൺ പോകുന്നത് അല്ലെ. അതായത് ഈ n സ്ക്വയർ എന്നതാണ് ഇതിന്റെ കോമൺ ആയിട്ടുള്ള ഒരു പാറ്റേണിൽ പോണത്, ഈ തന്നിരിക്കുന്ന എലമെന്റ്സ് എഴുതിയിരിക്കുന്ന രീതി. അതായത് അപ്പൊ നമ്മൾ എന്ത് എഴുതും? എ എന്ന സെറ്റിന് സെറ്റ് ബിൽഡർ ഫോമിൽ എഴുതുമ്പോ എ ഈക്വൽ ടു എക്സ് സച്ച് ദാറ്റ്, ഇതിലത്തെ ഓരോ എലമെന്റിനും എക്സ് ആയിട്ടാണ് നമ്മൾ ഇവിടെ ഡിനോട്ട് ചെയ്യുന്നത്. എക്സ് സച്ച് ദാറ്റ് എക്സ് ഈക്വൽ ടു, ഈ ഓരോ എക്സുകളും എങ്ങനത്തെയാണ് അതിന്റെ കോമൺ പ്രോപ്പർട്ടി? n സ്ക്വയർ എന്ന രീതിയിലാണ്. കോമ വേർ n, ഈ n എന്ന് പറയുന്നത് എന്താണ്? 1 2 3 4 5, അടുത്തത് എന്താണ്? 6 ആണ്. അതായത് നാച്ചുറൽ നമ്പേഴ്സ് ആണ് n ആയിട്ട് വരുന്നത് അല്ലെ. ബേസിൽ എഴുതിയിരിക്കുന്ന നമ്പേഴ്സ് എല്ലാം എന്താണ്? നാച്ചുറൽ നമ്പേഴ്സ് ആണ്. അപ്പൊ n എലമെന്റ് ഓഫ് നാച്ചുറൽ നമ്പേഴ്സ്, n ആയിട്ട് എടുക്കുന്ന എല്ലാ നമ്പറുകളും എന്തായിരിക്കണം? നാച്ചുറൽ നമ്പർ ആയിരിക്കണം. ഇതാണ് ഒന്നാമത്തെ നമ്മുടെ ക്വസ്റ്റ്യന്റെ ആൻസർ. അതായത് ഫസ്റ്റ് എ എന്ന് പറയുന്ന ഒരു സെറ്റ് റോസ്റ്റർ ഫോമിലാണ് തന്നിരുന്നത്. ആ റോസ്റ്റർ ഫോമിനെ നമ്മൾ എന്തിലോട്ട് മാറ്റി? അതിന്റെ കോമൺ പ്രോപ്പർട്ടി അല്ലെങ്കിൽ കോമൺ പാറ്റേൺ എന്താണെന്ന് കണ്ടുപിടിച്ചിട്ട് ആ പാറ്റേൺ എന്താണെന്നുള്ളത് നമ്മൾ എഴുതി. അതാണ് ഇതിന്റെ സെറ്റ് ബിൽഡർ ഫോം എന്ന് പറയുന്നത്.
ഇനി അടുത്ത രണ്ടാമത്തെ ക്വസ്റ്റ്യൻ നോക്കിയേ. ബി ഈക്വൽ ടു ഇതേ തന്നെ സെറ്റ് ബിൽഡർ ഫോമിൽ തന്നെ എഴുതാനാണ്. പക്ഷേ സെറ്റിന് ഒരു വ്യത്യാസമുണ്ട്. എന്താണ്? ആദ്യത്തെ സെറ്റ് ഇൻഫൈനൈറ്റ് സെറ്റ് ആയിരുന്നു. പക്ഷേ ഈ രണ്ടാമത്തെ സെറ്റ് എന്താണ്? ഫൈനൈറ്റ് ആണ്. അതിൽ എത്ര എലമെന്റ്സ് ഉണ്ടെന്ന് കൃത്യം നമുക്ക് പറയാൻ പറ്റും അല്ലെ. അതായത് 100 ആണ് അതിന്റെ ലാസ്റ്റ് എലമെന്റ് എന്നുള്ളത് നമുക്ക് കൃത്യം പറയാം. സെയിം അതേ സെറ്റ് തന്നെയാണ്, പക്ഷെ എന്താണ്? ഫൈനൈറ്റ് ആയിട്ടാണ് തന്നിരിക്കുന്നത്. അങ്ങനെയാണെങ്കിൽ ഇതിന്റെ സെറ്റ് ബിൽഡർ ഫോം എങ്ങനെ വരും? സെറ്റ് x such that x എന്ന് പറയുന്നത് സെയിം പാറ്റേൺ തന്നെയാണ് അല്ലെ. പാറ്റേണിൽ വ്യത്യാസമില്ല. അപ്പൊ x ഈക്വൽ ടു എന്തെന്ന് വരും? n സ്ക്വയർ കോമ വേർ n എലമെന്റ് ഓഫ് നാച്ചുറൽ നമ്പേഴ്സ്. പക്ഷേ എന്തുണ്ട്? സെറ്റ് ഫൈനൈറ്റ് ആയതുകൊണ്ട് അതിന് ഒരു ലിമിറ്റ് ഉണ്ട്. എവിടം വരെയാണ് അത് പോകുന്നത് എന്നുള്ളത് നമുക്കറിയാം. ലാസ്റ്റ് എലമെന്റ് എന്താണെന്നുള്ളത് നമുക്കറിയാം. അതായത് എന്നിന്റെ വാല്യൂ എവിടം വരെ എടുക്കാൻ പറ്റുള്ളൂ? ഇവിടെ 100 എന്ന് പറയുമ്പോൾ അത് എത്രന്റെ സ്ക്വയർ ആയിട്ടാണ് വരാ? 10ന്റെ സ്ക്വയർ ആയിട്ടാണ് അല്ലെ. 10ന്റെ സ്ക്വയർ ആണ്. അപ്പൊ എന്നിന്റെ വാല്യൂ ലെസ് ദാൻ ഓർ ഈക്വൽ ടു 10. 10ന് മുകളിലോട്ടുള്ള നമ്പേഴ്സിന്റെ സ്ക്വയർ ഇവിടെ വരുന്നുണ്ടോ? ഇല്ല. അതുകൊണ്ട് എന്നിന്റെ വാല്യൂ n സ്ക്വയർ എന്ന് പറയുന്നതാണ് ഇവിടെ വന്നിരിക്കുന്നത്. അതായത് 10 സ്ക്വയർ ലാസ്റ്റ് എലമെന്റ് 10 സ്ക്വയർ ആണ്. അതുകൊണ്ട് എന്നിന്റെ വാല്യൂ എവിടെ വരെ എടുക്കണം? 10 വരെ എടുക്കാനേ പറ്റുള്ളൂ. ഓക്കെ ആണല്ലോ. അപ്പൊ സെറ്റ് ബിൽഡർ ഫോം അതേപോലെ റോസ്റ്റർ ഫോം എന്നുള്ളത് കൃത്യമായിട്ട് പഠിച്ചിരിക്കണം കേട്ടോ. അടുത്ത ക്വസ്റ്റ്യൻ നോക്കിയേ. ഇഫ് എ ഈസ് എ സബ്സെറ്റ് ഓഫ് ദി സെറ്റ് ബി ദെൻ എ ഇന്റർസെക്ഷൻ ബി ഈക്വൽ ടു. അതായത് എ എന്ന് പറയുന്ന ഒരു സെറ്റ് ബിയുടെ എന്താണ്? സബ്സെറ്റ് ആണ്. ഒരു സെറ്റിന് നമ്മൾ സബ്സെറ്റ് എന്നുള്ളത് റെപ്രസെന്റ് ചെയ്യുന്നത് ഈ ഒരു സിമ്പിൾ ഉപയോഗിച്ചാണ് അല്ലെ. അതായത് എ എന്ന് പറയുന്നത് ബിയുടെ സബ്സെറ്റ് ആണ്. അങ്ങനെയാണെങ്കിൽ എ ഇന്റർസെക്ഷൻ ബിയുടെ ആൻസർ എന്തായിരിക്കും എന്നാണ് നമ്മളോട് ചോദിച്ചേക്കുന്നത്. അതായത് എപ്പോഴാണ് ഒരു സെറ്റിനെ നമ്മൾ സബ്സെറ്റ് എന്ന് പറയേണ്ടത്? ഇവിടെ എ ആണ് ബിയുടെ സബ്സെറ്റ് എന്നാണ് പറഞ്ഞേക്കുന്നത്. ഒരു സെറ്റ് സബ്സെറ്റ് ആവണമെങ്കിൽ, വേറൊരു സെറ്റിന്റെ സബ്സെറ്റ് ആവണമെങ്കിൽ ഈ എ എന്ന് പറയുന്ന സെറ്റിൽ സബ്സെറ്റിൽ ഉണ്ടാകുന്ന എല്ലാ എലമെന്റും എവിടത്തതായിരിക്കണം? ബി എന്ന് പറയുന്ന സെറ്റിലത്തതായിരിക്കണം എന്നാണ് പറയുന്നത്. ഒരു എക്സാമ്പിൾ വെച്ച് നോക്കാം. അതായത് എ എന്ന് പറയുന്ന സെറ്റ് 1 2 3, അതേപോലെ ബി എന്ന് പറയുന്ന സെറ്റ് 1 2 3 4 5 ആണെന്ന് വിചാരിക്കാം. അങ്ങനെയാണെങ്കിൽ ഇവിടെ എ എന്ന് പറയുന്നത് നമുക്ക് എന്താണെന്ന് എഴുതാം? ബിയുടെ സബ്സെറ്റ് ആണെന്ന് എഴുതാം. കാരണം എന്താണ്? എയിലത്തെ എല്ലാ എലമെന്റുകളും എവിടെ നിന്നുള്ളതായിരുന്നു? ബി എന്ന് പറയുന്ന വലിയ സെറ്റിൽ നിന്നുള്ളതാണ് അല്ലെ. അതായത് ഒരു സെറ്റിൽ നിന്ന് എടുത്തെഴുതാവുന്ന കുഞ്ഞു സെറ്റുകളെയാണ്, അല്ലെങ്കിൽ ഒരു സെറ്റ് ആ സെറ്റ് അതിന്റെ തന്നെ എന്തായിരിക്കാം? സബ്സെറ്റ് ആകാം. അതായത് ഒരു സെറ്റിനെ സബ്സെറ്റ് എന്ന് വിളിക്കണമെങ്കിൽ ആ സബ്സെറ്റിത്തെ എല്ലാ എലമെന്റും എവിടെ ഉണ്ടായിരിക്കണം? അടുത്ത സെറ്റിത്തെ എലമെന്റുകളായിരിക്കണം. എയിലത്തെ എല്ലാ എലമെന്റും എവിടെ ഉള്ളത് തന്നെയാണ്? ബിയിലത്തത് തന്നെയാണ്. അതുകൊണ്ട് നമുക്ക് എ സബ്സെറ്റ് ഓഫ് ബി എന്ന് പറയാം. അങ്ങനെയാണെങ്കിൽ എ ഇന്റർസെക്ഷൻ ബി എന്തായിരിക്കും എന്നാണ് ചോദിച്ചേക്കുന്നത് അല്ലെ. അങ്ങനെയാണെങ്കിൽ ഇതിന്റെ തന്നെ നമുക്ക് ഈ എക്സാമ്പിൾ വെച്ചൊന്ന് കണ്ടുപിടിക്കാം. എ ഇന്റർസെക്ഷൻ ബി എന്താണ് വരുന്നതെന്നുള്ളത് നോക്കാം അല്ലെ. എ ഇന്റർസെക്ഷൻ ബി എന്ന് പറയുമ്പോ എന്തായിരുന്നു ഇന്റർസെക്ഷൻ എന്ന് പറയുന്നത്? രണ്ട് സെറ്റുകൾ തമ്മിൽ ഇന്റർസെക്ഷൻ കാണാൻ പറഞ്ഞാല് രണ്ട് സെറ്റിലും കോമൺ ആയിട്ട് വരുന്ന കുറച്ച് എലമെന്റുകൾ ഉണ്ടാകും. ആ എലമെന്റുകളെ മാത്രം എടുത്ത് സെറ്റാക്കി എഴുതുന്നതിനെയാണ് എന്തെന്ന് പറയുന്നത്? ഇന്റർസെക്ഷൻ എന്ന് പറയുന്നത്. രണ്ട് സെറ്റുകൾ തമ്മിൽ ഇന്റർസെക്ഷൻ കണ്ടുപിടിക്കുന്നത് എങ്ങനെയാണ്? ആ രണ്ട് സെറ്റില് കോമൺ ആയിട്ട് വരുന്ന എലമെന്റുകളെ മാത്രം സെറ്റിന്റെ ഉള്ളിൽ എടുത്ത് എഴുതാം. അതാണ് എന്തെന്ന് പറയുന്നത്? ഇന്റർസെക്ഷൻ. അങ്ങനെയാണെങ്കിൽ ഇവിടെ രണ്ട് സെറ്റില് എയിലും ബിയിലും കോമൺ ആയിട്ട് വരുന്ന എലമെന്റുകൾ ആരൊക്കെയാണ്? 1 2 3 ഇത് മൂന്നുമാണ് എയിലും ബിയിലും കോമൺ ആയിട്ട് വരുന്നത്. അവരെ മാത്രം ഒരു സെറ്റിന്റെ ഉള്ളിൽ എടുത്ത് എഴുതുന്നതിനെയാണ് നമ്മൾ എന്തെന്ന് വിളിക്കുന്നത്? ഇന്റർസെക്ഷൻ എന്ന് വിളിക്കുന്നത്. അങ്ങനെയാണെങ്കിൽ ഈ 1 2 3 എന്ന് പറയുന്ന ആൾ ആർക്ക് ഈക്വൽ ആയിട്ട് തന്നെയാണ് വന്നത്? എ എന്ന് പറയുന്ന അതേ സെറ്റ് തന്നെ ആയിട്ടല്ലേ വന്നത്? അങ്ങനെയാണെങ്കിൽ ഇതിൽ നിന്ന് നമുക്ക് എന്ത് കിട്ടും? എ എന്ന് പറയുന്ന സെറ്റ് ബിയുടെ സബ്സെറ്റ് ആണെങ്കിൽ എ ഇന്റർസെക്ഷൻ ബി എപ്പോഴും എന്ത് തന്നെ ആയിരിക്കും? എ എന്ന് പറയുന്ന സെറ്റ് തന്നെ ആയിരിക്കും. ഓക്കെ ആണല്ലോ. Okay, next question നോക്കട്ടാ. Which of the following is equal to x set x such that x element of R
2 ലെസ് ദാൻ എക്സ് ലെസ് ദാൻ ഓർ ഈക്വൽ ടു 4. അതായത് ഇവിടെ ഒരു എന്താണ് ഒരു സെറ്റ് തന്നിട്ടുണ്ട് അല്ലെ, അത് സെറ്റ് ബിൽഡർ ഫോമിലാണ് നമുക്ക് തന്നേക്കുന്നത്. അതിന് നമുക്ക് എന്ത് ചെയ്യണം, ആ സെറ്റിന് ഈക്വൽ ആയിട്ടുള്ള റോസ്റ്റർ ഫോമിലോട്ട് എഴുതണം. പക്ഷെ ഇവിടെ ശ്രദ്ധിച്ചേ, ഇവിടെ തന്നിരിക്കുന്ന സെറ്റില് സെറ്റ് എക്സ് സച്ച് ദാറ്റ് എക്സ് എലമെന്റ് ഓഫ് ആർ, എക്സുകളെല്ലാരും എവിടത്തതാണെന്നാണ് പറഞ്ഞേക്കുന്നത്, റിയൽ നമ്പേഴ്സിലത്തതാണ്. നമ്മൾ എടുക്കുന്ന എക്സിന്റെ വാല്യൂസ് എല്ലാം എവിടെ നിന്നാണ് വരുന്നത്, റിയൽ നമ്പേഴ്സ് ആയിരിക്കണം. അതായത് സെറ്റിനുള്ളിലത്തെ എലമെന്റുകൾ എല്ലാവരും റിയൽ നമ്പേഴ്സ് ആയിരിക്കണം. ഇവിടെ കണ്ടീഷൻ തന്നിട്ടുണ്ട് അല്ലെ, അതായത് 2 ലെസ് ദാൻ എക്സ് ലെസ് ദാൻ ഓർ ഈക്വൽ ടു 4 എന്നാണ്. അതായത് ഇവിടെ ഇന്റർവെൽ ആയിട്ട് വേണം നമുക്ക് സെറ്റ് എഴുതാൻ. ശ്രദ്ധിക്കുക, എപ്പോഴും നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ്, നമുക്ക് തന്നിരിക്കുന്ന സെറ്റിലെ എലമെന്റ്സ് എക്സ് എലമെന്റ് ഓഫ് ആർ എന്നാണെങ്കിൽ, റിയൽ നമ്പേഴ്സുകളാണെങ്കിൽ നമ്മൾ സെറ്റിനെ റെപ്രസെന്റ് ചെയ്യുന്നത് എന്തായിട്ടായിരിക്കണം, ഇന്റർവെൽസ് ആയിട്ടായിരിക്കണം. എക്സ് എലമെന്റ് ഓഫ് ആർ എന്ന് കണ്ടിട്ടുണ്ടോ, അവിടെ എന്തായിരിക്കണം, ഇന്റർവെൽ ആയിരിക്കണം നമ്മൾ കൊടുക്കേണ്ടത്. ഇനി എത്ര ടൈപ്പ് ഇന്റർവെൽസ് ഉണ്ട്, 4 ടൈപ്പ് ഇന്റർവെൽസ് ഉണ്ട്. ഏതൊക്കെയായിരുന്നു, ക്ലോസ്ഡ് ഇന്റർവെൽ, ഓപ്പൺ ഇന്റർവെൽ, ഓപ്പൺ ക്ലോസ്ഡ്, ക്ലോസ്ഡ് ഓപ്പൺ. ഇങ്ങനെ 4 ടൈപ്പ് ഇന്റർവെൽസ് ആണ് ഉള്ളത് അല്ലെ. എങ്ങനെയാണ് ക്ലോസ്ഡ് ഇന്റർവെൽ എന്ന് പറയുന്നത്, 2 ലിമിറ്റ് വാല്യൂസും, 2 അറ്റത്തുള്ള ലിമിറ്റ് വാല്യൂസും ലെസ് ദാൻ ഓർ ഈക്വൽ ടു അതിനെയും കൂടെ ഉൾപ്പെടുത്തുന്നുണ്ടെങ്കിൽ അവിടെ എന്തായിരിക്കും, ക്ലോസ്ഡ് ആണ്. ഇനി അതിന് പകരം ഈ ഇൻഇക്വാലിറ്റീസില് ഈ അറ്റത്തുള്ള വാല്യൂസ് ഉൾപ്പെടുന്നില്ല, അവരെ രണ്ടുപേരുടെയും ഇടയിൽ വരുന്ന നമ്പേഴ്സ് മാത്രമേ ഉള്ളൂ എങ്കിൽ അതിനെയാണ് നമ്മൾ എന്തെന്ന് പറയുന്നത്, ഓപ്പൺ ഇന്റർവെൽസ് എന്ന് പറയുന്നത്. അതായത് ഈക്വൽ ടു പറയുന്ന കണ്ടീഷൻ ഉണ്ടെങ്കിൽ അവിടെ നമ്മൾ എന്ത് കൊടുക്കണം, ക്ലോസ്ഡ് കൊടുക്കണം. അതിന്റെ അർത്ഥം എന്താണ്, 4ഉം കൂടെ ആ സെറ്റിൽ ഉൾപ്പെടുന്ന ആളാണ്, അയാളെയും കൂടെ അതിൽ ഉൾപ്പെടുത്തേണ്ടതാണ്, ഇൻക്ലൂഡഡ് ആണ് എന്ന് കാണിക്കാനാണ് അവിടെ ഈക്വൽ ടു എന്നുള്ളത്. അങ്ങനെ ഇൻക്ലൂഡഡ് ആണെങ്കിൽ അവിടെ എന്താണ് കൊടുക്കേണ്ടത്, ക്ലോസ്ഡ് എന്നും. ആ നമ്പർ അടുത്ത ലിമിറ്റ് വാല്യൂ അല്ലെങ്കിൽ അവിടുത്തെ ഈ ഇൻഇക്വാലിറ്റിയിലുള്ള ഈ വാല്യൂസ് അതിൽ ഉൾപ്പെടുന്നില്ല എന്ന് കാണിക്കാനാണ് എന്തെന്ന് കൊടുക്കുന്നത്, നമ്മള് ഓപ്പൺ ഇന്റർവെൽസും കൊടുക്കുന്നത്. അങ്ങനെയാണെങ്കിൽ ഇവിടുത്തെ സെറ്റ് നമ്മള് റോസ്റ്റർ ഫോമിൽ എഴുതുമ്പോൾ എക്സ് എലമെന്റ് ഓഫ് ആർ ആണ് അല്ലെ. എക്സ് എലമെന്റ് ഓഫ് ആർ എന്ന് കണ്ടിട്ടുണ്ടെങ്കിൽ നമ്മൾ എന്തായിരിക്കണം, ഇന്റർവെൽസിലായിരിക്കണം സെറ്റ് എഴുതേണ്ടത്. ഇവിടെ നോക്കിയേ, എക്സ് എലമെന്റ് ഓഫ് ആർ, എക്സ് പക്ഷെ വാല്യൂ ചെയ്യുന്ന ലിമിറ്റ് നമുക്ക് തന്നിട്ടുണ്ട്. എന്താണ്, എക്സിന്റെ വാല്യൂ 2വിനേക്കാൾ വലുതും അതേപോലെ തന്നെ എന്തായിരിക്കണം, 4ഉം 4നേക്കാൾ ചെറുതും. മാക്സിമം എവിടെ വരെയും പോകാൻ പാടുള്ളൂ, 4 വരെയും പോകാൻ പാടുള്ളൂ. അപ്പൊ ഇതിന് ഇന്റർവെല്ലിൽ എഴുതുമ്പോ 2 ലിമിറ്റ്സ് 2ഉം 4 ആണ് 2 അറ്റത്ത് കിടക്കുന്ന നമ്പേഴ്സ് അല്ലെ. അങ്ങനെയാണെങ്കിൽ ഇനി 2 ഇതില് എടുക്കാൻ പറ്റുമോ, എക്സിന്റെ വാല്യൂ 2വിനേക്കാൾ വലുതെന്നാണ് പറയുന്നത്. 2 നമുക്ക് അതിൽ ഉൾപ്പെടുത്താൻ പറ്റില്ല, ഇൻക്ലൂഡഡ് അല്ല. അപ്പൊ 2 ഉൾപ്പെടുത്താൻ പറ്റില്ല എന്ന് പറയുമ്പോൾ അവിടെ നമ്മൾ എന്ത് കൊടുക്കണം, ഓപ്പൺ ഇന്റർവെൽ കൊടുക്കണം. അതായത് ഇവിടെ ഈക്വൽ ടു ഇല്ലെങ്കിൽ അവിടെ എന്തായിരിക്കാൻ വരേണ്ടത്, ഓപ്പൺ ഇന്റർവെൽ ആണ് വരേണ്ടത്. ഇനി അടുത്തത് 4 എന്ന് പറയുന്നത് എക്സിന്റെ വാല്യൂ 4ന് ഇൻക്ലൂഡഡ് ആണ്, 4 വരെ എക്സിന് എടുക്കാൻ പറ്റും എന്നാണ് അവിടെ എഴുതിയേക്കുന്നത് അല്ലെ. അതായത് 4 ഇതിൽ ഇൻക്ലൂഡഡ് ആണ്, 4 എന്നത് എക്സിന്റെ വാല്യൂ ആയിട്ട് എടുക്കാൻ പറ്റും എന്ന് കാണിക്കാൻ നമ്മൾ അവിടെ എന്ത് കൊടുക്കും, ക്ലോസ്ഡ് ഇന്റർവെൽ കൊടുക്കും. അതായത് ഇവിടെ ഈക്വൽ ടു, ലെസ് ദാൻ ഓർ ഈക്വൽ ടു എന്ന കണ്ടീഷൻ ആണെങ്കിൽ ആ ഭാഗത്ത് വരുന്ന ഇന്റർവെൽ ഏതായിരിക്കണം, ക്ലോസ്ഡ് ഇന്റർവെൽ ആയിരിക്കണം. ഓക്കെ ആണല്ലോ. അപ്പൊ ഇതാണ് ഇതിന്റെ ആൻസർ ആയിട്ട് വരുന്നത്. ഇനി ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ നോക്കിയേ. ഇഫ് എ ഈക്വൽ ടു 2, 3, 4, 5 ആൻഡ് ബി ഈക്വൽ ടു 4, 5, 6, 7 ഫൈൻഡ് എ യൂണിയൻ ബി ആൻഡ് എ ഇന്റർസെക്ഷൻ ബി. അതായത് 2 സെറ്റുകൾ തന്നിട്ടുണ്ട്. എ എന്ന് പറയുന്നത് 2, 3, 4, 5ഉം അതേപോലെ ബി എന്ന് പറയുന്ന സെറ്റ് 4, 5, 6, 7ഉം ആണ്. ഇതിന് 2 വാല്യൂസ്, 2 ക്വസ്റ്റ്യൻസ് ആണ് ഉള്ളത്. ഏതൊക്കെ കണ്ടുപിടിക്കണം, എ യൂണിയൻ ബിയും കാണണം, അതുപോലെ തന്നെ എ ഇന്റർസെക്ഷൻ ബിയും. 2 ക്വസ്റ്റ്യൻസിന്റെ ആൻസർ കണ്ടുപിടിക്കണം. ഇനി എന്താണ് യൂണിയൻ? 2 സെറ്റുകൾ തന്നിട്ടുണ്ടെങ്കിൽ അവരുടെ യൂണിയൻ എന്ന് പറയുന്നത് എങ്ങനെയാ കണ്ടുപിടിക്കുക, 2 സെറ്റിലും ഒരുമിച്ച് എഴുതുക. 2 സെറ്റിലും ഒരുമിച്ച് ഒരൊറ്റ സെറ്റിന്റെ ഉള്ളിൽ റെപ്രസെന്റ് ചെയ്യുക. അതിനെയാണ് നമ്മൾ എന്തെന്ന് പറയുന്നത്, യൂണിയൻ എന്ന് പറയുന്നത്. അപ്പൊ ചിലപ്പോ 2 സെറ്റിലും കോമൺ ആയിട്ടുള്ള ആളുകൾ ഉണ്ടാകും അല്ലെ. അപ്പൊ കോമൺ ആയിട്ട് വരുന്നത് അല്ലെങ്കിൽ റിപ്പീറ്റ് ചെയ്ത് വരുന്ന നമ്പേഴ്സ് ഉണ്ടാവാൻ ചാൻസ് ഉണ്ട്. അവരെ നമ്മൾ എന്ത് ചെയ്യണം, ഒറ്റ തവണ മാത്രമേ എന്തിൽ എഴുതാൻ പാടുള്ളൂ, യൂണിയനിൽ എഴുതാൻ പാടുള്ളൂ. ഓക്കെ ആണല്ല. എന്താണ് പറഞ്ഞത്, യൂണിയൻ എന്ന് പറയുന്നത് 2 സെറ്റുകൾ തമ്മിലുള്ള യൂണിയൻ കണ്ടുപിടിക്കണമെങ്കിൽ ആ 2 സെറ്റിനെയും ഒരുമിച്ച്, 2 സെറ്റിലത്തെ എലമെന്റ്സിനെയും ഒരുമിച്ച് ഒരു സെറ്റിന്റെ ഉള്ളിൽ റെപ്രസെന്റ് ചെയ്യുന്നതിനെയാണ് യൂണിയൻ എന്ന് പറയുന്നത്. അതില്
റിപ്പീറ്റേഷൻ ഉണ്ടെങ്കിൽ, എലമെന്റ്സിന് റിപ്പീറ്റേഷൻ ഉണ്ടെങ്കിൽ അവരെ എത്ര പ്രാവശ്യം എഴുതാൻ പാടുള്ളൂ? ഒരു വട്ടം മാത്രമേ അതിനെ എഴുതാൻ പാടുള്ളൂ. അങ്ങനെയാണെങ്കിൽ ഇവിടെ എ യൂണിയൻ ബി എന്ന് പറയുമ്പോൾ എ എന്ന് പറയുന്ന സെറ്റിനെയും ബി എന്ന് പറയുന്ന സെറ്റിനെയും എന്ത് ചെയ്യണം? ഒരുമിച്ച്, ആദ്യത്തെ എലമെന്റുകൾ എല്ലാവരും ഒരുമിച്ച് ഒരു സെറ്റിൽ റെപ്രസെന്റ് ചെയ്യണം. ഇനി ഇവിടെ നോക്കിയേ, ഇതിൽ ആരെങ്കിലും റിപ്പീറ്റേഷൻ ഉണ്ടാ? ഉണ്ട്. 4, 5 എന്ന് പറയുന്നത് രണ്ടും അടുത്തുള്ളതാണ് അല്ലെ. അപ്പൊ അവരെ 2 പ്രാവശ്യം എഴുതേണ്ട കാര്യം ഉണ്ടാ? ഇല്ല. യൂണിയനിൽ ആകെ റിപ്പീറ്റേഷൻ ഉള്ളവരെ ഒരു വട്ടം മാത്രമേ എഴുതുള്ളൂ. അപ്പൊ എന്തൊക്കെ വരും? 2, 3, 4, 5 എയിലുള്ള എലമെന്റ്സ്. ഇനി ബിയിലുള്ള എലമെന്റ്സ് എഴുതുമ്പോൾ 4, 5 ഓൾറെഡി ഇവിടെ വന്നിട്ടുണ്ട് അല്ലെ. ഇനി അത് എഴുതണ്ട. അടുത്ത എലമെന്റുകൾ ആരൊക്കെ എഴുതണം? 6, 7. ഓക്കെ ആണല്ലോ. ഇനി അടുത്ത നോക്കിയേ, ഇന്റർസെക്ഷൻ ആണ്. നമ്മൾ തൊട്ട് മുന്നേ പറഞ്ഞതാണ് അല്ലെ. എന്തായിരുന്നു ഇന്റർസെക്ഷൻ എന്ന് പറയുന്നത്? 2 സെറ്റുകൾ തമ്മിലുള്ള ഇന്റർസെക്ഷൻ കണ്ടുപിടിക്കാൻ പറഞ്ഞാല് 2 സെറ്റിലും കോമൺ ആയിട്ടുള്ള എലമെന്റ് ആരാണോ അവരെ മാത്രം എടുത്ത് സെറ്റിന്റെ ഉള്ളിൽ എഴുതുന്നതിനെയാണ് എന്ന് പറയുന്നത് ഇന്റർസെക്ഷൻ എന്ന് പറയുന്നത്. ഇവിടെ 2 സെറ്റിലും കോമൺ ആയിട്ടുള്ള എലമെന്റ് ആരാണോ ഉള്ളത്? രണ്ടിടത്തും 4, 5 ആണ് കോമൺ. അപ്പൊ സെറ്റ് 4, 5 ഇതാണ് ഇതിന്റെ ആൻസർ ആയിട്ട് വരുന്നത്. ഓക്കെ ആണല്ലോ. Okay, next question നോക്കിയേ. If A equal to set X such that X is a letter in the word mathematics, അതായത് A എന്ന് പറയുന്ന സെറ്റിൽ മാത്തമാറ്റിക്സ് എന്ന് പറയുന്ന വേർഡിന്റെ ലെറ്റേഴ്സ് മാത്രമേ ഉള്ളൂ. അതേപോലെ തന്നെ and B equal to B എന്ന് പറയുന്ന സെറ്റ് ഉണ്ട്. B equal to set Y such that Y is a letter in the word statistics, then find A minus B and A intersection B. അതായത് 2 സെറ്റുകൾ നമുക്ക് തന്നിട്ടുണ്ട് അല്ലെ. ഇവിടെ എന്ത് ഫോമിലാണ് സെറ്റ് തന്നേക്കുന്നത്? സെറ്റ് ബിൽഡർ ഫോമിലാണ് അല്ലെ. അതായത് സെന്റൻസ് വൈസ് പോലെയാണ് നമുക്ക് തന്നേക്കുന്നത്. കോമേറ്റ് ആണോ തന്നേക്കുന്നത്? എലമെന്റ്സിന് കോമേറ്റ് അല്ല, അതായത് റോസ്റ്റർ ഫോമിലല്ല, സെറ്റ് ബിൽഡർ ഫോമിലാണ് നമുക്ക് തന്നേക്കുന്നത്. ഇനി ഈ തന്നിരിക്കുന്ന സെറ്റുകളെ നമ്മളപ്പോ ആദ്യം എന്തിലോട്ട് കൺവേർട്ട് ചെയ്യണം? എന്തിലോട്ട് മാറ്റണം? റോസ്റ്റർ ഫോമിലേക്ക് മാറ്റണം. റോസ്റ്റർ ഫോമിലോട്ട് മാറ്റിയിട്ട് വേണം നമുക്ക് എന്ത് ചെയ്യാൻ? ആൻസർ കണ്ടുപിടിക്കാനായിട്ട്. ഇവിടെ നോക്കിട്ടോ, എ എന്ന് പറയുന്ന സെറ്റ് നമുക്ക് തന്നത് എന്തായിരുന്നു? എക്സ് സച്ച് ദാറ്റ്. എയിലുള്ള എലമെന്റ്സ് നമ്മൾ എക്സ് എന്നാണ് വിളിച്ചത്. എക്സ് സച്ച് ദാറ്റ് എക്സ് ഈസ് എ ലെറ്റർ. എക്സ് എന്ന് പറയുന്നത് ലെറ്റേഴ്സ് ആണ്. ഏതിന്റെ? ഇൻ ദ വേർഡ് മാത്തമാറ്റിക്സ്. മാത്തമാറ്റിക്സ് എന്ന് പറയുന്ന വേർഡിന്റെ ലെറ്റേഴ്സുകളാണ് എ എന്ന് പറയുന്ന സെറ്റിലുള്ളത്. ഇനി ഇവിടെ ശ്രദ്ധിക്കാം, മാത്തമാറ്റിക്സ് എന്ന് പറയുന്ന വേർഡിൽ റിപ്പീറ്റേഷൻ വരുന്ന ലെറ്റേഴ്സ് ഉണ്ട് അല്ലെ. ചില ലെറ്ററുകൾ എന്ത് ചെയ്യുന്നുണ്ട്? റിപ്പീറ്റ് ചെയ്യുന്നുണ്ട്. പക്ഷെ നമ്മൾ എന്താണ്? സെറ്റിന്റെ ഉള്ളില് എലമെന്റ്സിന് എന്ത് ചെയ്യില്ല? റിപ്പീറ്റ് ചെയ്യില്ല. ഒരു വട്ടം മാത്രമേ ഒരു ലെറ്റർ എഴുതുള്ളൂ. ഓക്കെ ആണല്ലോ. അപ്പൊ അതനുസരിച്ച് വേണം എ എന്ന് പറയുന്ന സെറ്റ് നമ്മൾ എഴുതാൻ. അപ്പൊ ആരൊക്കെ വരും? സെറ്റ് എ എന്ന് പറയുന്നത് എം എന്ന് പറയുന്ന ലെറ്റർ വരും. എ, ടി, എച്ച്, ഇ. എം ഓൾറെഡി നമ്മൾ എഴുതിയതാണ്. എ എഴുതിയിട്ടുണ്ട്, ടി എഴുതി. നെക്സ്റ്റ് ഐ, സി, എസ്. ഓക്കെ ആണല്ലോ. മാത്തമാറ്റിക്സ് റിപ്പീറ്റ് ചെയ്യുന്ന ലെറ്റേഴ്സിന് ഒരു വട്ടം മാത്രമേ എഴുതാം, ബാക്കി എല്ലാ ലെറ്റേഴ്സും എഴുതാം. ഓക്കെ അല്ലേ. ഇനി അടുത്തത് ഇതേപോലെ തന്നെ ബി എന്ന് പറയുന്ന സെറ്റിനെയും എന്തിലോട്ട് എഴുതണം? സെറ്റ് ബിൽഡർ ഫോം, റോസ്റ്റർ ഫോമിലേക്ക് എഴുതണം. ബി എന്ന് പറയുന്ന സെറ്റ് എന്താണെന്ന് വൈ സച്ച് ദാറ്റ് വൈ ഈസ് എ ലെറ്റർ ഇൻ ദ വേർഡ് സ്റ്റാറ്റിസ്റ്റിക്സ്. വൈ എന്ന് പറയുന്ന ഇത് ഒരു വേർഡുകളാണ്. ഏത്? ഒരു വേർഡിന്റെ ലെറ്റേഴ്സ് ആണ്. ഏതാ? സ്റ്റാറ്റിസ്റ്റിക്സ് എന്ന് പറയുന്ന വേർഡിന്റെ ലെറ്റേഴ്സുകളാണ്. അങ്ങനെയാണെങ്കിൽ ഇതും ഇതേപോലെ തന്നെ റിപ്പീറ്റ് ചെയ്യുന്ന ലെറ്റേഴ്സ് ഉണ്ടാവും. അതിന് ഒരു വട്ടം എഴുതാം, ബാക്കി എന്നിട്ട് ബാക്കിയുള്ള ലെറ്റേഴ്സ് എഴുതാം. അങ്ങനെയാണെങ്കിൽ ബി എന്ന് പറയുന്നത് ഏതൊക്കെ വരും? എസ്, ടി, എ. ടി ഓൾറെഡി എഴുതി. നെക്സ്റ്റ് ഐ, എസ് എഴുതിയതാണ്. ടി, ഐ, സി. ഇത്രയും വേർഡുകളാണ് എന്തിന് വരുന്നത്? ബി എന്ന് പറയുന്ന ഇത്രയും ലെറ്റേഴ്സ് ആണ് ബി എന്ന് പറയുന്ന സെറ്റിൽ വരുന്നത്. ഇനി ഓക്കെ, ഇനി നമുക്ക് ക്വസ്റ്റ്യൻ നോക്കാം. ക്വസ്റ്റ്യൻ ഫസ്റ്റ് എന്താണ് കണ്ടുപിടിക്കാനുള്ളത്? എ മൈനസ് ബി എന്ന് പറയുന്നതാണ് നമുക്ക് കാണാനുള്ളത് അല്ലെ. എ എന്ന് പറയുന്ന സെറ്റിനെ എന്തിനെ മൈനസ് ചെയ്ത് കളയണം? ബി എന്ന് പറയുന്ന സെറ്റിനെ മൈനസ് ചെയ്ത് കളയണം. ഓക്കെ, ഇനി ഇവിടെ നോക്കട്ടാ. എ എന്ന് പറയുന്ന സെറ്റും ബി എന്ന് പറയുന്ന സെറ്റും നമ്മൾ എഴുതിയിട്ടുണ്ട്. അങ്ങനെയാണെങ്കിൽ എ എന്ന് പറയുന്ന എ മൈനസ് ബി എങ്ങനെയാണ് കണ്ടുപിടിക്കണത്? എ എന്ന് പറയുന്ന സെറ്റിൽ നിന്നും ബിനെ മാറ്റണം അല്ലെ. മൈനസ് ചെയ്യാന്ന് പറഞ്ഞാൽ എന്താ? അതിനെ അവിടുന്ന് ഡിലീറ്റ് ചെയ്ത് കളയണം. ഇനി എങ്ങനെയാണ് എ മൈനസ് ബി എന്ന് വെച്ചാല്, എ മൈനസ് ബി എന്ന് പറയുമ്പോ
എയിലും ബിയിലും കോമൺ ആയിട്ട് വരുന്ന എലമെന്റിനെ മാറ്റാം. എന്നിട്ട് എയിൽ ആരൊക്കെയുണ്ടോ അവരെ മാത്രം എടുത്തെഴുതാം. ഓക്കെ ആണല്ലോ? എ മൈനസ് ബി എന്ന് പറയുന്നത് എന്താണ്? എ എന്ന് പറയുന്ന സെറ്റിലും ബി എന്ന് പറയുന്ന സെറ്റിലും കോമൺ ആയിട്ട് വരുന്നവരെ മാറ്റിയിട്ട് ബാക്കി എയിൽ ഇവിടുത്തെ ഫസ്റ്റ് സെറ്റ് ആരാണോ അവരിൽ ബാക്കി വരുന്ന എലമെന്റ്സ് ആരൊക്കെയുണ്ടോ അവരെ മാത്രം എടുത്തെഴുതാം. അതാണ് എ മൈനസ് ബി എന്ന് പറയുന്നത്. അങ്ങനെയാണെങ്കിൽ ഇവിടെ ഏതൊക്കെയായിരിക്കും വരാ? കോമൺ ആയിട്ടുള്ള എലമെന്റ്സിനെയൊക്കെ മാറ്റണം. എയിലും ബിയിലും കോമൺ ആയിട്ടുള്ള എലമെന്റ്സ് ആരൊക്കെയാണ്? ടി മാറും, അതേപോലെ ഐ, സി, എ ഇത്രയും എലമെന്റ്സ് മാറിയിട്ട് ബാക്കി എയിലുള്ളവർ എടുത്തെഴുതാം. ബാക്കി എയിൽ ആർക്ക് വരും? എം വരും. എ വരോ? ഇല്ല, എ കോമൺ ആണ്. ടി അതേപോലെ എന്താണ്? കോമൺ ആണ്. എച്ച് കോമൺ അല്ല, അപ്പൊ എച്ച് എഴുതണം. ഇ കോമൺ അല്ല, ഇ എഴുതണം. ബാക്കിയോ ഐയും എസും സി ഒക്കെ എന്താണ്? കോമൺ ആണ്. രണ്ട് സെറ്റിലും കോമൺ ആണ്. കോമൺ ഉള്ളവരെ കളഞ്ഞിട്ട് ബാക്കി എയിലുള്ളവരെ എടുത്തെഴുതണം. ഫസ്റ്റത്തെ സെറ്റിലുള്ളവരെ എടുത്തെഴുതണം. അതാണ് എ മൈനസ് ബി എന്ന് പറയുന്നത്. ഓക്കെ ആണല്ലോ? ഇനി അടുത്തത് എ ഇന്റർസെക്ഷൻ ബി. എ ഇന്റർസെക്ഷൻ ബി നമ്മൾ പഠിച്ചത് തന്നെയാണ് അല്ലെ? ഇവിടെ എ എന്നും ബി എന്നും പറയുന്ന രണ്ട് സെറ്റ് ഉണ്ട്. അതിന്റെ ഇന്റർസെക്ഷൻ എന്ന് പറഞ്ഞാൽ എന്താണ്? രണ്ട് സെറ്റിലും ഒരേപോലെ കോമൺ ആയിട്ട് വരുന്നവരുണ്ടാകും, അവരെ മാത്രം എടുത്തെഴുതാം. രണ്ട് സെറ്റിലും ഒരേപോലെ വരുന്ന ലെറ്റേഴ്സ് ആരൊക്കെയാ? രണ്ട് സെറ്റിലും ഒരേപോലെ വരുന്ന ലെറ്റേഴ്സ് ആരൊക്കെയാണ്? എ വരുന്നുണ്ട്, ടി വരുന്നുണ്ട്, അതേപോലെ ഐ, സി, എസ് ഇത്രയും ലെറ്റേഴ്സ് ആണ് ഒരേപോലെ വരുന്നത് അല്ലെ? അതായത് എയും ടിയും ഐ ഉണ്ട്, സി ഉണ്ട്, അതേപോലെ എസ് ഉണ്ട്. ഇത്രയുമാണ് ഇന്റർസെക്ഷനിൽ വരുന്നത്. ഓക്കെ ആണല്ലോ? ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ നോക്കട്ടോ. If U equal to 1, 2, 3, 4, 5, 6, 7, 8, 9, A equal to set 2, 4, 6, 8, B equal to set 2, 3, 5, 7. First question, verify A union B all complement equal to A complement intersection B complement എന്നാണ്. അടുത്ത question, if A and B are two disjoint set with n of A equal to 4 and n of B equal to 2, then n of A minus B എന്നാണ് ചോദിച്ചേക്കുന്നത്. അതായത് ഒന്നാമത്തെ ക്വസ്റ്റ്യൻ ഇത് വെരി ഇമ്പോർട്ടന്റ് ആണ് കേട്ടോ. നമുക്ക് എക്സാമിന് എന്തായാലും ചോദിക്കുന്ന ഷുവർ ആയിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ ആണ് എന്ത്? വെരിഫൈ എ യൂണിയൻ ബി ഓൾ കോംപ്ലിമെന്റ് ഈക്വൽ ടു എ കോംപ്ലിമെന്റ് ഇന്റർസെക്ഷൻ ബി കോംപ്ലിമെന്റ് എന്ന് പറയുന്നത്. അതായത് ഡിമോർഗൻസ് ലോ വെരിഫൈ ചെയ്യാനായിട്ട് ചോദിക്കും. ഇത് ഇമ്പോർട്ടന്റ് ആണ്, എന്തായാലും പഠിച്ചിരിക്കണം കേട്ടോ. ഇനി അവിടെ ഓക്കെ, യു എന്ന് പറയുന്ന ഒരു സെറ്റ് നമുക്ക് തന്നിട്ടുണ്ട്. 1, 2, 3, 4, 5, 6, 7, 8, 9. യു എന്ന് പറയുന്ന ഒരു യൂണിവേഴ്സൽ സെറ്റ്. യു എന്ന് പറയുന്ന സെറ്റ് നമ്മൾ വിളിക്കുന്ന പേരാണ് യൂണിവേഴ്സൽ സെറ്റ്. അതായത് ഒരു വലിയ സെറ്റ് തന്നിട്ടുണ്ട്. ഇനി തന്നിരിക്കുന്ന ബാക്കി രണ്ട് സെറ്റുകൾ അതിന്റെ സബ്സെറ്റുകളാണ് അല്ലെ? യുവിന്റെ സബ്സെറ്റുകളാണല്ലോ. അതായത് എ എന്ന് പറയുന്ന സെറ്റിത്തെ എല്ലാ എലമെന്റും എവിടെയുണ്ട്? യുവിലുണ്ട്. അതേപോലെ ബി എന്ന് പറയുന്ന സെറ്റിത്തെ എല്ലാ എലമെന്റും എവിടെയുണ്ട്? യുവിലുണ്ട്. അതുകൊണ്ട് എയും ബിയും യു എന്ന് പറയുന്ന സെറ്റിന്റെ സബ്സെറ്റ് ആണെന്ന് നമുക്ക് പറയാം. ഇനി ഒന്നാമത്തെ ക്വസ്റ്റ്യൻ വെരിഫൈ ചെയ്യാനാണ്, അതായത് പ്രൂവ് ചെയ്യണം ലെഫ്റ്റ് സൈഡും റൈറ്റ് സൈഡും ഈക്വൽ ആണെന്നുള്ളത് നമുക്ക് പ്രൂവ് ചെയ്യണം. നോക്കാം. എ യൂണിയൻ ബി ഓൾ കോംപ്ലിമെന്റ്. കോംപ്ലിമെന്റ് എന്ന് പറയുന്ന ഒരു കൺസെപ്റ്റ് വന്നു അല്ലെ? എന്തായിരുന്നു കോംപ്ലിമെന്റ്? നമ്മൾ സെറ്റിൽ പഠിച്ചതാണ് അല്ലെ? എന്താണ് കോംപ്ലിമെന്റ് എന്ന് പറയുന്നത്? എ എന്ന് പറയുന്ന ഒരു സെറ്റ് ഉണ്ടെങ്കിൽ എയുടെ കോംപ്ലിമെന്റ് എങ്ങനെ കണ്ടുപിടിക്കും? കോംപ്ലിമെന്റ് കാണണമെങ്കിൽ നമുക്ക് ഏത് സെറ്റ് ആവശ്യമുണ്ട്? യൂണിവേഴ്സൽ സെറ്റ് ആയിട്ടുള്ള യു എന്ന് പറയുന്ന സെറ്റ് നമുക്ക് അത്യാവശ്യമാണ് അല്ലെ? അതുകൊണ്ട് എ കോംപ്ലിമെന്റ് എങ്ങനെയാ കണ്ടുപിടിക്കണത്? യു മൈനസ് എ ആണ് എന്തെന്ന് പറയുന്നത്? എ കോംപ്ലിമെന്റ് എന്ന് പറയുന്നത്. എ എന്ന് പറയുന്ന ഒരു സെറ്റ് ഉണ്ടെങ്കിൽ എയുടെ കോംപ്ലിമെന്റ് കാണാം എന്ന് പറഞ്ഞാല് യു മൈനസ് എ ആണ്. അതായത് യൂണിവേഴ്സൽ സെറ്റിൽ നിന്നും എനെ എന്ത് ചെയ്യണം? മാറ്റണം. ബാക്കി യുവിൽ ആരൊക്കെ ഉണ്ടോ അവരെ മാത്രം എടുത്തെഴുതണം. അതാണ് എ കോംപ്ലിമെന്റ് എന്ന് പറയുന്നത്. ഓക്കെ ആണല്ലോ? യുവിലും എയിലും കോമൺ ഉള്ളത് മാറ്റിയിട്ട് ബാക്കി യുവിലുള്ള എലമെന്റ്സിനെ എടുത്തെഴുതുന്നതാണ് എ കോംപ്ലിമെന്റ് എന്ന് പറയുന്നത്. അതേപോലെ തന്നെയാണ് എന്തെന്ന് പറയുന്നത്? ബി കോംപ്ലിമെന്റ്. യുവിൽ നിന്നും എന്തിനെ മാറ്റണം? ബി എന്ന് പറയുന്ന സെറ്റിനെ മാറ്റണം. യുവിലും ബിയിലും കോമൺ ഉള്ള എലമെന്റ്സിനെ മാറ്റാം. എന്നിട്ട് ബാക്കി യുവിൽ ഏതൊക്കെ എലമെന്റ് ഉണ്ടോ അവരെ മാത്രം സെറ്റിന്റെ ഉള്ളിൽ എഴുതുമ്പോഴാണ് ബി കോംപ്ലിമെന്റ് കിട്ടുന്നത്. ഓക്കെ ആണല്ലോ? ഓക്കെ, അപ്പൊ ഫസ്റ്റ് ക്വസ്റ്റ്യൻ നമുക്ക് നോക്കാം. യു എന്ന് പറഞ്ഞ സെറ്റ് തന്നിരുന്നത് 1 മുതൽ 9 വരെയാണ്. 1, 2, 3, 4, 5, 6, 7, 8, 9 ഇത്ര എലമെന്റ്സ് ആയിരുന്നു അല്ലെ? ഇനി എ എന്ന് പറയുന്ന സെറ്റ് എത്രയായിരുന്നു തന്നിരുന്നത്? എ ഈക്വൽ ടു
2 4 6 8 2 4 6 8 and b equal to b എന്ന് പറയുന്ന സെറ്റ് എത്രയാണ് തന്നിരുന്നത് 2 3 5 7 2 3 5 7 ഓക്കെ നമുക്ക് പ്രൂവ് ചെയ്യാൻ പറഞ്ഞേക്കണം ഒന്നാമത്തെ ക്വസ്റ്റ്യൻ എ യൂണിയൻ ബി ഓൾ കോംപ്ലിമെന്റ് ഈക്വൽ ടു എ കോംപ്ലിമെന്റ് ഇന്റർസെക്ഷൻ ബി കോംപ്ലിമെന്റ് ആണ് അതായത് എ യൂണിയൻ ബി ഓൾ കോംപ്ലിമെന്റ് ഈക്വൽ ടു എ കോംപ്ലിമെന്റ് ഇന്റർസെക്ഷൻ ബി കോംപ്ലിമെന്റ് ഇത് ഇമ്പോർട്ടന്റ് ആണ് കേട്ടോ ഇനി ഇവിടെ നോക്കിയേ ഇത് വെരിഫൈ ചെയ്യാനാണ് പറഞ്ഞേക്കുന്നത് ഈ ഡിമോർഗൻസ് ലോ നമുക്ക് എന്ത് ചെയ്യണം വെരിഫൈ ചെയ്യണം അതായത് ലെഫ്റ്റ് സൈഡ് റൈറ്റ് സൈഡും ഈക്വൽ ആണെന്ന് പ്രൂവ് ചെയ്താൽ പോരെ അപ്പൊ ആദ്യം നമ്മൾ ലെഫ്റ്റ് സൈഡ് ചെയ്യും അത് കഴിഞ്ഞിട്ട് എന്ത് ചെയ്യും റൈറ്റ് സൈഡ് ചെയ്യും രണ്ടിന്റെ ആൻസർ എന്താണെന്ന് കിട്ടണം ഈക്വൽ ആണെന്ന് ഒരേ വാല്യൂ ആണ് കിട്ടണമെന്ന് പ്രൂവ് ചെയ്താൽ മതി അപ്പോ ആദ്യം നമ്മൾ കണ്ടുപിടിക്കാൻ പോണത് ലെഫ്റ്റ് സൈഡ് ആയിട്ടുള്ള എ യൂണിയൻ ബി ഓൾ കോംപ്ലിമെന്റ് ആണ് ഇതാണ് നമ്മൾ കാണാൻ പോണത് ഇനി എ യൂണിയൻ ബി ഓൾ കോംപ്ലിമെന്റിൽ ആദ്യം തന്നെ പോയി നമുക്ക് കോംപ്ലിമെന്റ് കാണാൻ പറ്റുമോ ഇല്ല അതിനുള്ളിൽ ബ്രാക്കറ്റിന്റെ ഉള്ളിൽ ഒരു കാര്യം കൂടി ഉണ്ട് അല്ലെ എന്താണ് എ യൂണിയൻ ബി ഉണ്ട് ആദ്യം അപ്പൊ എന്ത് കണ്ടുപിടിക്കണം എ യൂണിയൻ ബി കണ്ടുപിടിക്കണം എ യൂണിയൻ ബി എന്ന് വെച്ചാൽ എന്താണ് എനെയും ബിനെയും ഒരുമിച്ച് ഒരൊറ്റ സെറ്റിനുള്ളിൽ എഴുതാം റിപ്പീറ്റേഷൻ ഉണ്ടെങ്കിൽ അതിൽ ഒരു പ്രാവശ്യം എഴുതാം എയും ബിയും സെറ്റ് നമുക്ക് തന്നിട്ടുണ്ട് അവരെ ഒരുമിച്ച് എഴുതാം അപ്പൊ 2 4 6 8 നെക്സ്റ്റ് 2 ഇവിടെ കോമൺ ആണ് അല്ലെ 2 ഓൾറെഡി നമ്മൾ എഴുതിയിട്ടുണ്ട് ഇനി എഴുതണ്ട അടുത്തത് 3 5 7 ഇത്ര എലമെന്റ്സ് ആണ് എന്തിൽ വരുന്നത് എ യൂണിയൻ ബിയിൽ വരുന്നത് ഇനി അടുത്തത് എന്ത് കാണണം യൂണിയൻ കണ്ടാ പിന്നെ ഇനി കോംപ്ലിമെന്റ് കാണണം എ യൂണിയൻ ബി ഓൾ കോംപ്ലിമെന്റ് എന്ന് വെച്ചാൽ എന്താണ് കോംപ്ലിമെന്റ് എന്ന് പറയുമ്പോൾ നമ്മൾ യൂണിവേഴ്സൽ സെറ്റിലോട്ട് നോക്കണം അതായത് കോംപ്ലിമെന്റ് കണ്ടുപിടിക്കണമെങ്കിൽ ഏത് സെറ്റിന്റെ ആണോ കോംപ്ലിമെന്റ് കാണേണ്ടത് ആ സെറ്റിനെ യൂണിവേഴ്സൽ സെറ്റിൽ നിന്നും മൈനസ് ചെയ്ത് മാറ്റി എഴുതാം ബാക്കി യൂണിവേഴ്സൽ സെറ്റിൽ എലമെന്റ്സ് ഉണ്ടെങ്കിൽ അതെടുത്ത് എഴുതണം അതാണ് വേണ്ടത് അപ്പൊ നോക്കിയേ എ യൂണിയൻ ബി എന്ന് പറയുന്നത് ഈ സെറ്റിന്റെ ആണ് നമുക്ക് കോംപ്ലിമെന്റ് കണ്ടുപിടിക്കേണ്ടത് അല്ലെ അപ്പൊ ഈ സെറ്റിൽ ആർക്കുണ്ട് 2 4 6 8 3 5 7 ഇത്രയും എലമെന്റിനെ എവിടെ നിന്ന് മാറ്റണം യൂണിവേഴ്സൽ സെറ്റിൽ നിന്ന് മാറ്റണം ബാക്കി യൂണിവേഴ്സൽ സെറ്റിൽ ബാലൻസ് വരുന്ന എലമെന്റ്സിനെയാണ് നമ്മൾ എന്ത് ചെയ്യേണ്ടത് കോംപ്ലിമെന്റിന്റെ സെറ്റിൽ എഴുതേണ്ടത് ഓക്കെ അപ്പൊ ഏതൊക്കെ വരും 1 വരും പിന്നെ 3 വരും 3 വരില്ല 3 ഓൾറെഡി ഇവിടെ ഉണ്ട് ഓക്കെ 1 ഇനി ഏതാണ് 3 4 5 6 7 8 ഉണ്ട് അപ്പൊ ഇനി എഴുതാത്ത നമ്പർ ഏതാണുള്ളത് 9 വരും ഇത്രയും എലമെന്റ്സ് ആണ് ഇതിലുള്ളത് എ യൂണിയൻ ബി ഓൾ കോംപ്ലിമെന്റിലുള്ളത് ഓക്കെ ആണല്ലോ അപ്പൊ ലെഫ്റ്റ് സൈഡ് നമ്മൾ കണ്ടുപിടിച്ചു ഇനി ഇതേപോലെ എന്ത് ചെയ്യണം റൈറ്റ് സൈഡ് കാണണം റൈറ്റ് സൈഡ് കാണാനായിട്ട് നോക്കിയേ എ കോംപ്ലിമെന്റ് ഇന്റർസെക്ഷൻ ബി കോംപ്ലിമെന്റ് ആണ് അല്ലെ ഇന്റർസെക്ഷൻ ആണ് കാണേണ്ടത് അതിന് മുന്നേ ആദ്യം എന്ത് കണ്ടുപിടിക്കണം എ കോംപ്ലിമെന്റിന്റെയും ബി കോംപ്ലിമെന്റിന്റെയും ആണ് ഇന്റർസെക്ഷൻ കാണേണ്ടത് എ കോംപ്ലിമെന്റ് ഓൾറെഡി നമ്മളിവിടെ കണ്ടുപിടിച്ചിട്ടുണ്ടോ ഇല്ല അപ്പൊ ആദ്യം എ കോംപ്ലിമെന്റ് കണ്ടുപിടിക്കണം അതേപോലെ ബി കോംപ്ലിമെന്റും കാണണം എന്നിട്ട് വേണം എന്തെടുക്കാൻ ഇന്റർസെക്ഷൻ കണ്ടുപിടിക്കണമെങ്കിൽ അപ്പൊ ആദ്യം എ കോംപ്ലിമെന്റ് കണ്ടുപിടിക്കാം എ കോംപ്ലിമെന്റ് ഈക്വൽ ടു എ എന്ന് പറയുന്ന സെറ്റ് നമുക്കറിയാം 2 4 6 8 ആണ് എ കോംപ്ലിമെന്റ് എന്ന് പറയുമ്പോൾ അപ്പൊ എന്ത് ചെയ്യണം യൂണിവേഴ്സൽ സെറ്റിൽ നിന്ന് എ എന്ന് പറയുന്ന സെറ്റിനെ മാറ്റിയിട്ട് ബാക്കി യൂണിവേഴ്സൽ സെറ്റിൽ ബാലൻസ് ഉള്ളത് എഴുതണം അപ്പൊ എ കോംപ്ലിമെന്റ് ഈക്വൽ ടു 2 4 6 8 മാറ്റി ബാക്കി എല്ലാ എലമെന്റും എഴുതണം അപ്പൊ 1 3 5 7 9 ഇത്ര എലമെന്റ്സ് ആണ് എ കോംപ്ലിമെന്റിൽ അതേപോലെ അടുത്തത് ബി കോംപ്ലിമെന്റ് കണ്ടുപിടിക്കാം ബി കോംപ്ലിമെന്റ് എന്ന് പറയുമ്പോൾ ബി എന്ന് പറയുന്ന സെറ്റ് 2 3 5 7 ആണ് 2 3 5 7 മാറ്റി ബാക്കി യൂണിവേഴ്സൽ സെറ്റിൽ എന്തൊക്കെയുണ്ടോ ആ എലമെന്റ്സ് ബാക്കി എഴുതാം അപ്പൊ ഏതൊക്കെ ആയിരിക്കും വരാം 1 4 5 ഇല്ല 6 7 ഇല്ല 8 9 ഓക്കെ ആണല്ലോ ഇനി എന്താ കണ്ടത് എ കോംപ്ലിമെന്റും ബി കോംപ്ലിമെന്റും കണ്ടുപിടിച്ചാല് അതിന്റെ ഇന്റർസെക്ഷൻ എടുക്കണം ഓക്കെ എ കോംപ്ലിമെന്റ് ഇന്റർസെക്ഷൻ ബി കോംപ്ലിമെന്റ് ആണ് കാണേണ്ടത് അല്ലെ ഇന്റർസെക്ഷൻ എന്ന് പറയുന്നത് എന്താണ് ഏത് സെറ്റിന്റെ ആണോ ഇന്റർസെക്ഷൻ കാണാനുള്ളത് ആ രണ്ട് സെറ്റുകളിൽ കോമൺ ആയിട്ടുള്ള എലമെന്റ്സ് ഏതാണോ അതിനെ സെറ്റിന്റെ ഉള്ളിൽ റെപ്രസെന്റ് ചെയ്യാം ഈ രണ്ട് സെറ്റിന്റെ കോമൺ ആയിട്ടുള്ള എലമെന്റ്സ് എന്ന് പറയുമ്പോൾ 1 കോമൺ ആണ് അടുത്തത് ഏതാണ് കോമൺ ആയിട്ട് വരുന്നത് 9 ആണ് കോമൺ ആയിട്ട് വരുന്നത് ഓക്കെ ആണല്ലോ അപ്പൊ നോക്കിയേ രണ്ട് സൈഡും ഒരേ ആൻസർ തന്നെയല്ലേ കിട്ടിയത് LHS ഈക്വൽ ടു RHS എന്നാണ് വന്നത് അതുകൊണ്ട് നമുക്ക് എന്തെന്ന് എഴുതാം therefore A യൂണിയൻ B all complement equal to A complement intersection B complement എന്ന് എഴുതാം ഓക്കെ ആണല്ലോ ഇത് ഇമ്പോർട്ടന്റ് ക്വസ്റ്റ്യൻ ആണ് കേട്ടോ ഓക്കെ
നെക്സ്റ്റ് ഇതിലെ രണ്ടാമത്തെ ക്വസ്റ്റ്യൻ നോക്കാം. ഇഫ് എ ആൻഡ് ബി ആർ ടു ഡിസ്ജോയിന്റ് സെറ്റ് വിത്ത് നമ്പർ ഓഫ് എ ഈക്വൽ ടു 4, നമ്പർ ഓഫ് ബി ഈക്വൽ ടു 2, ദെൻ നമ്പർ ഓഫ് എ മൈനസ് ബി. അതായത് എയും ബിയും എന്താണ്, ഡിസ്ജോയിന്റ് ആണ്, ഡിസ്ജോയിന്റ് സെറ്റ് ആണെന്നാണ് പറഞ്ഞേക്കുന്നത്. എയും ബിയും ഡിസ്ജോയിന്റ് സെറ്റ് ആണ്. രണ്ട് സെറ്റുകൾ ഡിസ്ജോയിന്റ് എന്ന് പറയുന്നത് എപ്പോഴാണ്? എ ബി സി, എയും ബിയും രണ്ട് സെറ്റുകൾ ഉണ്ട്. അത് ഡിസ്ജോയിന്റ് എന്ന് പറയണമെങ്കിൽ അവരുടെ ഇന്റർസെക്ഷൻ എന്തായിരിക്കണം? നൾ സെറ്റ് ആയിരിക്കണം. അതായത് അവര് തമ്മിൽ കോമൺ ആയിട്ടുള്ള എലമെന്റ്സ് ഒന്നും പാടില്ല. അതിനാണ് ഡിസ്ജോയിന്റ് എന്ന് പറയുന്നത്. എ ഇന്റർസെക്ഷൻ ബി എന്ന് പറയുന്നത് നൾ സെറ്റ് കിട്ടുകയാണെങ്കിൽ അവരെയാണ് നമ്മൾ എന്തെന്ന് വിളിക്കുക? ഡിസ്ജോയിന്റ് സെറ്റ് എന്ന് വിളിക്കുന്നത്. അങ്ങനെയാണെങ്കിൽ ഇവിടെ നോക്കിയേ, നമ്പർ ഓഫ് എയിലുള്ള എ എന്ന് പറയുന്ന സെറ്റിൽ 4 എലമെന്റും ബി എന്ന് പറയുന്ന സെറ്റിൽ 2 എലമെന്റ്സും ആണ് ഉള്ളത്. അങ്ങനെയാണെങ്കിൽ എ മൈനസ് ബി, നമ്പർ ഓഫ് എ മൈനസ് ബിയിൽ എത്രയായിരിക്കും? എ മൈനസ് ബി എന്ന് പറയുന്നത് എങ്ങനെയാണ്? എയിലും ബിയിലും കോമൺ ഉള്ളത് കളഞ്ഞിട്ട് എയിലത്തെ മാത്രം എഴുതണം. അങ്ങനെയല്ലേ? അങ്ങനെയാണെങ്കിൽ ഡിസ്ജോയിന്റ് ആണെങ്കിൽ അവർക്കിടയിൽ കോമൺ ഉണ്ടാവോ? ഇന്റർസെക്ഷൻ എടുക്കുമ്പോൾ നൾ സെറ്റ് കിട്ടാന്ന് വെച്ചാൽ കോമൺ എലമെന്റ് ഇല്ല എന്നല്ലേ അർത്ഥം? അപ്പൊ കോമൺ എലമെന്റ്സ് ഒന്നുമില്ല. അങ്ങനെയാണെങ്കിൽ എയിലത്തെ എല്ലാ എലമെന്റും എഴുതേണ്ടി വരും അല്ലെ? അങ്ങനെയാണെങ്കിൽ നമ്പർ ഓഫ് എ ഇന്റർസെക്ഷൻ ബി എന്ന് പറയുന്നത് എന്ത് തന്നെയായിരിക്കും? എയിലുള്ള അത്രയും എലമെന്റ് തന്നെ എവിടെ ഉണ്ടാവും? എ ഇന്റർസെക്ഷൻ ബിയിൽ ഉണ്ടാകും. ഓക്കെ ആണല്ലോ? ഓക്കെ, ഇനി നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം. Draw Venn diagrams which represent A union B all complement and A complement union B complement. ഓക്കെ, അതായത് വെൻ ഡയഗ്രാം. വെൻ ഡയഗ്രാം എന്ന് വെച്ചാൽ എന്താണ്? ഒരു സെറ്റിനെ പിക്ചോറിയൽ റെപ്രസെന്റേഷൻ ആണ് എന്ത് പറയുന്നത്? വെൻ ഡയഗ്രാം എന്ന് പറയുന്നത്. അതായത് ഒരു സെറ്റിനെ നമ്മൾ പിക്ചർ വൈസ് റെപ്രസെന്റ് ചെയ്യുക, ഒരു പിക്ചർ പോലെ റെപ്രസെന്റ് ചെയ്യുന്നതിനെയാണ് നമ്മൾ വെൻ ഡയഗ്രാം എന്ന് പറയുന്നത്. ഓക്കെ ആണല്ലോ? വെൻ ഡയഗ്രാം അറിയണമെങ്കിൽ അതിനെ നമ്മൾ ഒരു റെക്ടാംഗിൾ ഷേപ്പിലും അതേപോലെ സെറ്റിനെ നമ്മൾ സർക്കിൾ ആയിട്ടുമാണ് എടുത്തിട്ട് റെപ്രസെന്റ് ചെയ്യുന്നത്. അതായത് പിക്ചോറിയൽ റെപ്രസെന്റേഷൻ ഓഫ് എ സെറ്റ് ഈസ് കോൾഡ് വെൻ ഡയഗ്രാം. അതായത് വെൻ ഡയഗ്രാം എന്ന് വിളിക്കുന്നത് അങ്ങനെയാണ്. ഇനി ഇവിടെ നമുക്ക് കണ്ടുപിടിക്കേണ്ടത് 2 ക്വസ്റ്റ്യൻസ് തന്നിട്ടുണ്ട്. അതിന്റെ വെൻ ഡയഗ്രാം വരയ്ക്കാനാണ് പറഞ്ഞേക്കുന്നത്. നോക്കാട്ടാ. ഫസ്റ്റത്തത് എ യൂണിയൻ ബി ഓൾ കോംപ്ലിമെന്റ് ആണ് അല്ലെ? എ യൂണിയൻ ബി ഓൾ കോംപ്ലിമെന്റിന്റെ വെൻ ഡയഗ്രാം എങ്ങനെയാ വരക്കണേന്ന് വെച്ചാല്, ആദ്യം തന്നെ നമുക്ക് കോംപ്ലിമെന്റ് നോക്കാൻ പറ്റുമോ? ഇല്ല. ആദ്യം അതിന്റെ ബ്രാക്കറ്റിന്റെ ഉള്ളിലുള്ള അതിന്റെ എന്ത് ചെയ്യാ? വെൻ ഡയഗ്രാം വരക്കാം. അതിനുശേഷമാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്? കോംപ്ലിമെന്റ് വെച്ചിട്ടുള്ള വെൻ ഡയഗ്രാം വരയ്ക്കണത്. ഇനി എ യൂണിയൻ ബി വെൻ ഡയഗ്രാം വരയ്ക്കുമ്പോൾ ആദ്യം ഒരു റെക്ടാംഗിൾ ആണ് നമ്മൾ വരക്കാം. അതായത് ഫസ്റ്റ് നമ്മൾ എന്താ വരക്കണം പോണത്? എ യൂണിയൻ ബി ആണ് ആദ്യം വരച്ചു നോക്കുന്നത്. എന്നിട്ടാണ് എന്ത് ചെയ്യുന്നത്? എ യൂണിയൻ ബി കോംപ്ലിമെന്റ് കണ്ടുപിടിക്കാൻ പോണത് കേട്ടോ. ഇനി എ യൂണിയൻ ബി ആണ് ആദ്യം നമ്മൾ വരയ്ക്കാൻ പോകുന്ന വെൻ ഡയഗ്രാം. ഇനി അതില് ആദ്യം റെക്ടാംഗിൾ വരക്കും. ഈ റെക്ടാംഗിളിനെയാണ് നമ്മൾ യൂണിവേഴ്സൽ സെറ്റ് ആയിട്ട് യു ആയിട്ട് റെപ്രസെന്റ് ചെയ്യുന്നത്. ഇനി ഇവിടെ എത്ര സെറ്റുകളുണ്ട്? എയും ബിയും 2 സെറ്റുകളുണ്ട്. സെറ്റുകൾ നമ്മൾ നേരത്തെ പറഞ്ഞിരുന്നത് എന്താണ്? സർക്കിൾ ആയിട്ടാണ് റെപ്രസെന്റ് ചെയ്യുക. ഒരു സർക്കിൾ ഫോമിലാണ് സെറ്റുകളെ റെപ്രസെന്റ് ചെയ്യുന്നത്. അപ്പോ എ എന്ന് പറയുന്നത് ഒരു സർക്കിൾ, എ എന്ന് പറയുന്ന സെറ്റ്, അതേപോലെ തന്നെ ബി എന്ന് പറയുന്ന വേറൊരു സെറ്റ്, 2 സെറ്റ് വരച്ചു. ഓക്കെ ആണല്ലോ? വെൻ ഡയഗ്രത്തിൽ ആദ്യം ഒരു റെക്ടാംഗിൾ പോലെ എടുക്കും. അതിനെ യൂണിവേഴ്സൽ സെറ്റ് ആയിട്ട് കൺസിഡർ ചെയ്യും. യു എന്ന് പറയുന്നത് ഇത് മൊത്തമുള്ള എലമെന്റ്സ്. ഇനി അതില് എയും ബി എന്ന് പറയുന്നത് 2 സർക്കിൾ ആയിട്ടാണ് സെറ്റുകളെ റെപ്രസെന്റ് ചെയ്യുന്നത്. ഇനി നോക്കിയേ, എ യൂണിയൻ ബി ആണ് ആദ്യം നമ്മൾ വരക്കാൻ പോകുന്നത് അല്ലെ? എ യൂണിയൻ ബി എന്ന് പറയുമ്പോൾ എന്തായിരിക്കണം? എയിലത്തെ എല്ലാ എലമെന്റും വരും, അതേപോലെ തന്നെ ബിയിലത്തെ എല്ലാ എലമെന്റും വരും. അതായത് എയും ബിയും മുഴുവനായിട്ട് വരണം അല്ലെ? അപ്പൊ എങ്ങനെ ആയിരിക്കും? എ എന്ന് പറയുന്ന സെറ്റ് ഇതാ ഈ സർക്കിൾ ഫുള്ളാ, അപ്പൊ ഇത് ഫുള്ള് വരും. ഓക്കെ ആണല്ലോ? അതേപോലെ ബിയിലത്തെ എല്ലാവരും വരണം യൂണിയനിൽ. ബി എന്ന് പറയുന്ന സെറ്റിലത്തെ എല്ലാവരും. അപ്പൊ ബി എന്ന് പറയുന്നത് ഈ സർക്കിൾ അല്ലേ? അപ്പൊ ഇതിലത്തെയും എല്ലാവരും വരും. അപ്പൊ എ യൂണിയൻ ബി എന്ന് പറയുന്നത് വെൻ ഡയഗ്രത്തിൽ ഈ രീതിയിലാണ് നമ്മൾ റെപ്രസെന്റ് ചെയ്യുക. അതായത് 2 സെറ്റിത്തെയും, എ എന്ന് പറയുന്ന സെറ്റിത്തെയും ബി എന്ന് പറയുന്ന സെറ്റിത്തെയും എല്ലാ എലമെന്റ്സും വേണം. അപ്പൊ ഈ രീതിയിലാണ് ഷെയ്ഡ് ചെയ്യുന്നത്. ഓക്കെ ആണല്ലോ? നമുക്ക് എ യൂണിയൻ ബി ആയിരുന്നില്ല, എ യൂണിയൻ ബി ഓൾ കോംപ്ലിമെന്റ് ആണ് നമുക്ക് എന്ത് ചെയ്യേണ്ടത്? റെപ്രസെന്റ് ചെയ്യുന്നത്. അടുത്ത് നമ്മൾ അപ്പൊ എ യൂണിയൻ ബി ഓൾ കോംപ്ലിമെന്റ് ഇനി വരക്കാൻ പോകും. ഓക്കെ, അപ്പൊ നമ്മൾ എന്ത് ചെയ്യണം? ഫസ്റ്റ് ഇതേപോലെ തന്നെ റെക്ടാംഗിൾ വരക്കാം. യു എന്ന് പറയുന്ന യൂണിവേഴ്സൽ സെറ്റ് കൊടുക്കാം. എ എന്ന് പറയുന്ന സെറ്റ്, അതേപോലെ തന്നെ ബി എന്ന് പറയുന്ന വേറൊരു സെറ്റ്. ഓക്കെ അല്ലേ? ഇനി
ഈ എ യൂണിയൻ ബി എന്ന് പറയുന്നതിന്റെ കോംപ്ലിമെന്റ് ആണ് നമുക്ക് കണ്ടുപിടിക്കേണ്ടത്. അപ്പൊ എ യൂണിയൻ ബി എന്ന് പറയുന്ന സർക്കിളിന്റെ സെറ്റിന്റെ എന്താണ് വെൻ ഡയഗ്രം നമ്മൾ വരച്ചു വെച്ചിട്ടുണ്ട്. അതിൽ നിന്ന് നമുക്ക് തന്നെ ഈസി ആയിട്ട് എന്ത് കണ്ടുപിടിക്കാൻ പറ്റും? എ യൂണിയൻ ബി ഓൾ കോംപ്ലിമെന്റ് കണ്ടുപിടിക്കാൻ പറ്റും. അതെങ്ങനെയാന്ന് വെച്ചാൽ നോക്കിയേ, കോംപ്ലിമെന്റ് എന്ന് പറയുമ്പോൾ എന്താണ്? യൂണിവേഴ്സൽ സെറ്റിന്ന് ഏത് സെറ്റിന്റെ ആണോ കോംപ്ലിമെന്റ് കാണേണ്ടത് അതിനെ മാറ്റണം. അതിനെ ഡിലീറ്റ് ചെയ്തിട്ട് ബാക്കിയുള്ള ഭാഗങ്ങളാണ് എന്തിൽ വരാ? കോംപ്ലിമെന്റിൽ വരാ. യൂണിവേഴ്സൽ സെറ്റിന്ന് ഏത് സെറ്റിന്റെ ആണോ കോംപ്ലിമെന്റ് കാണേണ്ടത് ആ സെറ്റിനെ ഡിലീറ്റ് ചെയ്തിട്ട് ബാക്കി യൂണിവേഴ്സൽ സെറ്റിൽ വരുന്ന എലമെന്റ്സ്, അതാണ് കോംപ്ലിമെന്റ് എന്ന് പറയുന്നത് അല്ലെ. അങ്ങനെയാണെങ്കിൽ എ യൂണിയൻ ബിയിൽ വരുന്നത് ഇത്രയും ഭാഗമാണ് ഷെയ്ഡ് ചെയ്തേക്കുന്നത്. ഇത് വരുമോ കോംപ്ലിമെന്റിൽ? ഈ ഷെയ്ഡ് ചെയ്ത ഭാഗത്തിനെ മാറ്റണം. ഈ യൂണിവേഴ്സൽ സെറ്റിൽ നിന്ന ഫുള്ള് ഭാഗത്തുനിന്നും ഈ ഇത്രയും പോർഷൻസ് എന്ത് ചെയ്യാ? മാറ്റാ. ബാക്കി ഭാഗങ്ങളാണ് എന്തിൽ വരുന്നത്? കോംപ്ലിമെന്റിൽ വരുന്നത്. അതായത് ഈ ഷെയ്ഡ് ചെയ്ത ഭാഗം വേണ്ട, ബാക്കി എല്ലാ ഭാഗവും എന്ത് ചെയ്യണം? എലമെന്റ് ആയിട്ട് വരുന്നതാണ്. അതായത് ബാക്കി എല്ലാ ഭാഗവും എന്ത് ചെയ്യണം? ഷെയ്ഡ് ചെയ്യണം. അതാണ് എ യൂണിയൻ ബി ഓൾ കോംപ്ലിമെന്റിൽ വരുന്നത്. ഓക്കെ ആണല്ല? എ യൂണിയൻ ബി എന്ന് പറയുമ്പോൾ ഈ രണ്ട് സെറ്റ് ഫുൾ ആയിട്ട് വരും. എ യൂണിയൻ ബി ഓൾ കോംപ്ലിമെന്റിൽ ഈ സെറ്റിനെ ഒഴിച്ചു നിർത്തി ഇവര് രണ്ടുപേരെ മാറ്റിയിട്ട് ബാക്കിയുള്ള ഭാഗങ്ങളാണ് നമുക്ക് സെറ്റിൽ എഴുതാൻ പറ്റുന്നത്. അപ്പൊ ബാക്കിയുള്ള ഭാഗത്തിന് നമ്മൾ എന്ത് ചെയ്യും? ഇതേപോലെ ഷെയ്ഡ് ചെയ്യും. ഓക്കെ അല്ലേ? അടുത്ത ക്വസ്റ്റ്യൻ നോക്കിയേ, എ കോംപ്ലിമെന്റ് യൂണിയൻ ബി കോംപ്ലിമെന്റ് ആണ് അല്ലെ. അപ്പൊ ആദ്യം നമ്മൾ എന്ത് ചെയ്യും? എ കോംപ്ലിമെന്റ് യൂണിയൻ ബി കോംപ്ലിമെന്റ് എന്ന് പറയുമ്പോൾ എ ബി രണ്ട് സെറ്റ് അല്ലെ. ഇത് എയും ഇത് ബി എന്ന് പറയുന്ന സെറ്റ്, ഇത് യൂണിവേഴ്സൽ സെറ്റ് യു എന്ന് റെപ്രസെന്റ് ചെയ്തു. ആദ്യം എ കോംപ്ലിമെന്റ് എന്ന് പറയുന്ന ഭാഗം നമ്മൾ നോക്കും. എ കോംപ്ലിമെന്റ് എന്ന് പറയുമ്പോൾ ഏതായിരിക്കുള്ളൂ? എ എന്ന് പറയുന്ന സെറ്റ് വരാൻ പാടില്ല, ബാക്കി എല്ലാ ഭാഗവും. അതായത് എങ്ങനെയായിരിക്കും? എ എന്ന് പറയുന്ന സെറ്റിനെ ഒഴിച്ചു നിർത്തി ബാക്കി എല്ലാ പോർഷൻസും എന്ന് പറയുമ്പോൾ ഇത്രയും ഭാഗങ്ങളാണ് ഷെയ്ഡ് ചെയ്യുക. ഓക്കെ ആണല്ല? ഇനി ഇതേപോലെ തന്നെ ബി കോംപ്ലിമെന്റ് എന്ന് പറയുമ്പോൾ ഏതായിരിക്കുള്ളൂ? ഇത് എ, ഇത് ബി എന്ന് പറയുന്ന സെറ്റ്, ഇത് യൂണിവേഴ്സൽ സെറ്റ് ബി. ബി കോംപ്ലിമെന്റ് എന്ന് പറയുമ്പോൾ ബി എന്ന് പറയുന്ന സെറ്റിനെ മാറ്റി യൂണിവേഴ്സൽ സെറ്റിൽ ബാക്കി എല്ലാ പോർഷൻസും അല്ലെ. അതാവുമ്പോ എങ്ങനെ വരും? ഇത്രയും ഭാഗങ്ങള് ഒരുമിച്ച് വരും. ഓക്കെ ആണല്ലോ? ഓക്കെ. ഇനി നോക്കിയേ, എ കോംപ്ലിമെന്റിന്റെ ബി കോംപ്ലിമെന്റിന്റെ യൂണിയൻ എന്നാ പറഞ്ഞേക്കുന്നത്. അതായത് ഈ രണ്ട് സെറ്റുകളുടെ യൂണിയൻ ആയിരിക്കണം. ഈ രണ്ട് സെറ്റുകളുടെ യൂണിയൻ എന്ന് പറയുമ്പോൾ ഇവിടെ നോക്ക്, ഇവിടെ ഷെയ്ഡ് ചെയ്ത ഭാഗവും ഇവിടെ ഷെയ്ഡ് ചെയ്ത ഭാഗവും ഒരുമിച്ച് വരണം. അങ്ങനെയാണ് പറഞ്ഞേക്കുന്നത് അല്ലെ. അപ്പൊ എങ്ങനെയായിരിക്കും വരാ? എ കോംപ്ലിമെന്റ് യൂണിയൻ ബി കോംപ്ലിമെന്റ് എന്ന് പറയുമ്പോൾ എ എന്ന് പറയുന്ന സെറ്റ് അതേപോലെ ബി എന്ന് പറയുന്ന സെറ്റ്, സെറ്റ് എ കോമ സെറ്റ് ബി. ഇനി ഇവിടെ രണ്ട് ഷെയ്ഡ് ചെയ്ത ഭാഗങ്ങളും യൂണിയൻ എന്ന് പറയുമ്പോൾ അതെല്ലാം കൂടെ ഒരുമിച്ച് ഒരു സെറ്റിൽ റെപ്രസെന്റ് ചെയ്യണം. അതായത് ഈ ഷെയ്ഡ് ചെയ്ത ഭാഗങ്ങളെല്ലാം കൂടെ കോമൺ ആയിട്ട് ഒരുമിച്ച് വരുന്നത് ഇതിൽ റെപ്രസെന്റ് ചെയ്യുക. അപ്പൊ ഏതൊക്കെയായിരിക്കും? ഇതിൽ ബി എന്ന് പറയുന്ന ഭാഗത്തിന്റെ ഇത്രയും ബാക്കി യൂണിവേഴ്സൽ സെറ്റിന്റെ പോർഷൻസ് ആണ് ഷെയ്ഡ് ചെയ്തേക്കണം. അതേപോലെ എ എന്ന് പറയുന്ന ഭാഗത്തിന്റെ ഇത്രയും പോർഷനും അതേപോലെ ബാക്കി യൂണിവേഴ്സൽ സെറ്റിന്റെ പോർഷൻസ് ആണ്. അപ്പൊ അത്രയും ഭാഗങ്ങൾ അവിടെ മാർക്ക് ചെയ്യണം. അപ്പൊ എങ്ങനെ വരും? ഇതില് എല്ലാ ഭാഗവും ഇങ്ങനെ മാർക്ക് ചെയ്യുക, ഷെയ്ഡ് ചെയ്യുക. അതേപോലെ തന്നെ ബിയില് ഇത്രയും പോർഷൻസ് ഷെയ്ഡ് ചെയ്യാം. ഓക്കെ ആണല്ലോ? അപ്പോ ഷെയ്ഡ് ചെയ്യാത്ത ഭാഗം എന്ന് പറയുന്നത് ഏതായിരിക്കും? ഇതാണ് എ കോംപ്ലിമെന്റ് യൂണിയൻ ബി കോംപ്ലിമെന്റ് എന്ന് പറയുന്നത്. അതായത് ഈ നടുവിലത്തെ ഓവർലാപ്പ് ചെയ്തിട്ടുള്ള നടുവിലത്തെ ആ ഭാഗം മാത്രം എന്ത് ചെയ്യുക? അതിന് മാത്രം ഷെയ്ഡിങ് ഇല്ലാതെ ബാക്കി എല്ലാ പോർഷൻസും ഷെയ്ഡ് ചെയ്യും. ഓക്കെ. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ നോക്ക് കേട്ടോ. ലെറ്റ് എ ഈക്വൽ ടു 1 2 3. എ എന്ന് പറയുന്ന ഒരു സെറ്റ് തന്നിട്ടുണ്ട്. 1 2 3. നമ്പർ ഓഫ് സബ്സെറ്റ് ഓഫ് എ ഈസ് ഡാഷ്. അങ്ങനെയാണെങ്കിൽ എ എന്ന് പറയുന്ന സെറ്റിൽ നിന്ന് ഉണ്ടാക്കാൻ പറ്റുന്ന മാക്സിമം സബ്സെറ്റുകളുടെ എണ്ണം എത്രയാണ്? നമ്പർ ഓഫ് സബ്സെറ്റ് ഓഫ് എ അത് കണ്ടുപിടിക്കണം. നെക്സ്റ്റ് രണ്ടാമത്തെ ക്വസ്റ്റ്യൻ, റൈറ്റ് ഓൾ സബ്സെറ്റ് ഓഫ് എ ഹാവിംഗ് 2 എലമെന്റ്സ്. അതായത് സബ്സെറ്റുകളിൽ 2 എലമെന്റ് മാത്രം വരുന്ന എ എന്ന് പറയുന്ന സെറ്റിൽ സബ്സെറ്റുകൾ എഴുതുമ്പോൾ 2 എലമെന്റ്സ് മാത്രം വരുന്ന സബ്സെറ്റുകൾ എല്ലാം എഴുതാനാണ് പറഞ്ഞേക്കുന്നത്. ഇനി മൂന്നാമത്തെ ക്വസ്റ്റ്യൻ എന്താണ്? ഇഫ് ദ ഗിവൻ സെറ്റ് എ ഈസ് എ സബ്സെറ്റ് ഓഫ് ദി യൂണിവേഴ്സൽ സെറ്റ് യു ഈക്വൽ ടു 1 2 3 4 5 6 then റൈറ്റ് എ കോംപ്ലിമെന്റ് ആൻഡ് എ കോംപ്ലിമെന്റ് ഓൾ കോംപ്ലിമെന്റ്. ഇത് 3 ക്വസ്റ്റ്യൻ ആണ് നമുക്ക് ചെയ്യേണ്ടത്. ഇത് പ്രീവിയസ് ചോദിച്ച ക്വസ്റ്റ്യൻ ആണ് കേട്ടോ. നോക്കിയേ, എ ഈക്വൽ ടു സെറ്റ് 1 2 3. എ എന്ന് പറയുന്ന സെറ്റ് തന്നിട്ടുണ്ട് 1 2 3. എയിൽ എത്ര എലമെന്റ്സ് ഉണ്ട്? 1 2 3. 3 എലമെന്റ്സ് ആണ് ഉള്ളത് അല്ലെ. നമ്പർ ഓഫ് സബ്സെറ്റ് ഓഫ് എ, അതായത് എ എന്ന് പറയുന്ന ഒരു സെറ്റ് തന്നിട്ടുണ്ടെങ്കിൽ ആ സെറ്റിത്തെ സബ്സെറ്റുകളുടെ എണ്ണം കണ്ടുപിടിക്കാൻ നമ്പർ ഓഫ്
സബ്സെറ്റ് ഓഫ് എ എന്ന് പറയുന്ന സെറ്റിലത്തെ സബ്സെറ്റുകളുടെ എണ്ണം കണ്ടുപിടിക്കാൻ ഉള്ള ഇക്വേഷൻ ആണ് എന്ന് പറയുന്നത് 2 raised n എന്ന് പറയുന്നത്. അതായത് n എന്ന് പറയുന്നത് എന്താണ്? where n is the number of elements in A. എയിലുള്ള എലമെന്റ്സിന്റെ എണ്ണമാണ് ഇവിടെ എന്തായിട്ട് എടുക്കുന്നത്? n ആയിട്ട് എടുക്കുന്നത്. അങ്ങനെയാണെങ്കിൽ ഒരു സെറ്റ് തന്നിട്ടുണ്ടെങ്കിൽ അതിന്റെ സബ്സെറ്റുകളുടെ എണ്ണം കണ്ടുപിടിക്കണമെങ്കിൽ അതിനുള്ള ഇക്വേഷൻ ആണെന്ന് പറയുന്നത് 2 raised n. അത് വെച്ചിട്ടാണെങ്കിൽ അങ്ങനെ ഇവിടെ എന്തായിരിക്കും? അപ്പൊ എ എന്ന് പറയുന്ന സെറ്റിൽ എത്ര എലമെന്റ്സ് ആണുള്ളത്? 3 എലമെന്റുകൾ ഉണ്ട്. 1 2 3 എന്ന് പറയുന്നതാണ് എ എന്ന് പറയുന്ന സെറ്റിലത്തെ എലമെന്റ്സ്. അപ്പൊ 3 എലമെന്റ്സ് ആണുള്ളത്. അങ്ങനെയാണെങ്കിൽ നമ്പർ ഓഫ് സബ്സെറ്റ് എന്ന് പറയുമ്പോൾ 2 raised n. അത് വെച്ചിട്ട് എന്തായിരിക്കും? 2 raised n എന്ന് പറയുമ്പോൾ 2 raised 3 എന്ന് വരും. 3 എലമെന്റ്സ് ആകുമ്പോൾ 3. ഓക്കെ, 2 raised 3 എന്ന് പറഞ്ഞാൽ എത്രയാണ്? 8 ആണ്. 8 സബ്സെറ്റുകൾ ഉണ്ടായിരിക്കും. ഓക്കെ ആണല്ലോ. നമ്പർ ഓഫ് സബ്സെറ്റ് ഓഫ് എ എങ്ങനെയാണ് കണ്ടുപിടിക്കുക? 2 raised 3 ഈക്വൽ ടു എത്ര വരും? 8 എന്ന് വരും. ഓക്കെ അല്ലേ? ഒരു സെറ്റ് തന്നിട്ടുണ്ടെങ്കിൽ അതിന്റെ സബ്സെറ്റുകളുടെ എണ്ണം കണ്ടുപിടിക്കണമെങ്കിൽ 2 raised n ആണ്. ഇതിലത്തെ ഈ n സൂചിപ്പിക്കുന്നത് ആ സെറ്റിലുള്ള ഗിവൺ സെറ്റിന്റെ നമ്പർ ഓഫ് എലമെന്റ്സ് ആണ്. അതിനെ എന്ത് ചെയ്യുക? 2ന്റെ പവർ ആക്കി കണ്ടുപിടിച്ചാൽ എന്ത് കിട്ടും? സബ്സെറ്റുകളുടെ എണ്ണം കിട്ടും. ഓക്കെ ആണല്ലോ. നെക്സ്റ്റ്, രണ്ടാമത്തെ ക്വസ്റ്റ്യൻ, റൈറ്റ് ഓൾ ദ സബ്സെറ്റ് ഓഫ് എ ഹാവിംഗ് 2 elements. അതായത് എയുടെ എല്ലാ സബ്സെറ്റുകളും എഴുതുമ്പോൾ 2 എലമെന്റുകൾ മാത്രം വരുന്ന സബ്സെറ്റുകൾ എഴുതാനാണ് പറഞ്ഞേക്കുന്നത്. ഓക്കെ അല്ലേ? അപ്പൊ നമുക്ക് എല്ലാ എലമെന്റ്സും എഴുതി നോക്കാം. അതായത് എ എന്ന് പറയുന്ന സെറ്റ് 1 2 3 ഇതായിരുന്നു എ എന്ന് പറയുന്ന സെറ്റ്. അതിന്റെ സബ്സെറ്റുകൾ എന്ന് പറയുമ്പോൾ സബ്സെറ്റ് ഓഫ് എ എന്ന് പറയുന്നത് സെറ്റ് 1 എന്ന് പറയുന്നത് അതിന്റെ സബ്സെറ്റ് ആണ് അല്ലെ? അതേപോലെ സെറ്റ് 2 സെറ്റ് 3 നെക്സ്റ്റ് പിന്നെ ഏതാ വരാ? സെറ്റ് 1 2 എന്ന് പറയുന്നത് വരും. സെറ്റ് 2 3 എന്ന് പറയുന്നത് വരും. നെക്സ്റ്റ് സെറ്റ് 1 3 എന്ന് പറയുന്നത് വരും. പിന്നെ ഏതാണ് വരിക? സബ്സെറ്റ്. ഈ സെറ്റ് അതിന്റെ തന്നെ എന്താണ്? സബ്സെറ്റ് ആണ്. ഏതൊരു സെറ്റും അതിന്റെ തന്നെ എന്താണെന്ന് പറയാം? സബ്സെറ്റ് ആണെന്ന് പറയാം. അതായത് സെറ്റ് 1 2 3. പിന്നെ വരുന്നതാണ് നൾ സെറ്റ്. അതായത് നൾ സെറ്റ് എന്ന് പറയുന്നതും എന്താണ്? ഒരു സബ്സെറ്റ് ആണ്. ഏത് സെറ്റിന്റെ സബ്സെറ്റ് ആണെന്ന് പറയുന്നത്? നൾ സെറ്റ്. അങ്ങനെ ഇത്രയും സെറ്റുകളാണ് എന്തിൽ വരുന്നത്? എ എന്ന് പറയുന്നതിന്റെ സബ്സെറ്റ് ആയിട്ട് വരുന്നത്. അതിൽ നമ്മൾക്ക് കണ്ടുപിടിക്കാൻ പറഞ്ഞത് 2 elements 2 elements മാത്രം വരുന്ന സബ്സെറ്റുകളാണ്. അത് ഏതൊക്കെയാണ് വരുന്നത്? ഈ വാല്യൂസ് ആണ് എന്തെന്ന് പറയുന്നത്? 2 elements മാത്രം വരുന്ന സബ്സെറ്റുകൾ. എയുടെ 2 എലമെന്റുകൾ മാത്രം വരുന്ന സബ്സെറ്റുകൾ എന്ന് പറയുന്നത്. ഓക്കെ ആണല്ലോ. ഓക്കെ, ഇതിൽ മൂന്നാമത്തെ ക്വസ്റ്റ്യൻ നോക്കിയേ. ഇഫ് the given set A is a subset of the universal set U equal to 1 2 3 etc. 1 2 3 etc. to 6, then write A complement and A complement all complement. Okay, നോക്കട്ടാ. റൈറ്റ് എ എന്ന് പറയുന്ന സെറ്റ് നമുക്ക് തന്നിട്ടുണ്ട് അല്ലെ? എ എന്ന് പറയുന്ന സെറ്റ് 1 2 3 ആണ്. അതേപോലെ യൂണിവേഴ്സൽ സെറ്റ് യു തന്നിട്ടുണ്ട്. എന്നതാണ്? 1 2 3 4 5 6 ആണ്. ദെൻ ഫൈൻഡ് എ കോംപ്ലിമെന്റ്. എ കോംപ്ലിമെന്റ് എന്ന് പറയുന്നത് എന്തായിരുന്നു? യൂണിവേഴ്സൽ സെറ്റിൽ നിന്നും ആരെ മാറ്റണം? എനെ മാറ്റിയിട്ട് ബാക്കി യൂണിവേഴ്സൽ സെറ്റിൽ എന്തൊക്കെ ബാലൻസ് വരുന്നോ ആ എലമെന്റ്സിനെല്ലാം എടുത്തെഴുതണം. അപ്പൊ ഏതൊക്കെ എലമെന്റ്സ് മാറ്റണം യൂണിവേഴ്സൽ സെറ്റിൽ നിന്ന്? എയിലത്തെ എലമെന്റുകൾ. അതായത് 1 2 3 മാറ്റാ. ബാക്കി എത്ര എലമെന്റ്സ് ഉണ്ടാകും? 4 5 6. ഇത്ര എലമെന്റ്സ് ആണ് എ കോംപ്ലിമെന്റിൽ വരുന്നത്. അടുത്തത് കണ്ടുപിടിക്കാൻ പറഞ്ഞിരിക്കുന്നത് എ കോംപ്ലിമെന്റ് ഓൾ കോംപ്ലിമെന്റ് ആണ്. എ കോംപ്ലിമെന്റിന്റെ കോംപ്ലിമെന്റ് കാണണം. എ കോംപ്ലിമെന്റ് നമുക്കറിയാം 4 5 6 ആണ് അല്ലെ? എ കോംപ്ലിമെന്റിന്റെ കോംപ്ലിമെന്റ് എന്ന് പറയുന്നത് എപ്പോഴും എന്ത് തന്നെയായിരിക്കും? എ തന്നെയായിരിക്കും. അതായത് 4 5 6 എന്ന് പറയുന്ന സെറ്റിനെ യൂണിവേഴ്സൽ സെറ്റിൽ നിന്ന് മാറ്റണം. ബാക്കി എലമെന്റുകൾ എഴുതണം. അങ്ങനെയാണ് വരുന്നത് അല്ലെ? 4 5 6നെ മാറ്റിയാൽ ബാക്കി യൂണിവേഴ്സൽ സെറ്റിൽ ആരൊക്കെ ഉള്ളത്? 1 2 3 എന്ന് പറയുന്ന സെറ്റാണ്. ഈ 1 2 3 എന്ന് പറയുന്ന സെറ്റ് ആർക്ക് ഈക്വൽ ആണ്? എക്ക് ഈക്വൽ ആണ്. അതായത് എ കോംപ്ലിമെന്റിന്റെ കോംപ്ലിമെന്റ് എന്ന് പറയുന്നത് എപ്പോഴും എന്തായിരിക്കുള്ളൂ? അതേ സെറ്റ് തന്നെ ആയിരിക്കും. അതായത് എ തന്നെ ആയിരിക്കും. ഓക്കെ ആണല്ലോ. ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കട്ടാ.
Okay. Consider a Venn diagram of the universal set U equal to 1, 2, 3, etc. to 13. 1 മുതൽ 13 വരെയുള്ള എലമെന്റ്സ് ആണ് എവിടെയുള്ളത് യൂണിവേഴ്സൽ സെറ്റ് യുവിലുള്ളത്. ഇനി ഒരു 3 സബ് ക്വസ്റ്റ്യൻസ് ഉണ്ട് നോക്കാം. റൈറ്റ് സെറ്റ് എ ആൻഡ് ബി ഇൻ റോസ്റ്റർ ഫോം. നമുക്കിവിടെ വെൻ ഡയഗ്രം ആണ് തന്നേക്കുന്നത്. ഈ വെൻ ഡയഗ്രത്തിൽ നിന്ന് നമ്മളോട് എന്ത് കണ്ടുപിടിക്കാൻ പറയണം? എനെയും ബിനെയും റോസ്റ്റർ ഫോമിൽ എഴുതണം. എന്തായിരുന്നു റോസ്റ്റർ ഫോം എന്ന് പറയുന്നത്? ഒരു സെറ്റിത്തെ എലമെന്റ്സിനെ കോമിട്ട് റെപ്രസെന്റ് ചെയ്യുന്നതാണ് റോസ്റ്റർ ഫോം. അപ്പൊ എയിലുള്ള എലമെന്റ്സിനെയൊക്കെ നമുക്ക് എന്ത് ചെയ്യണം? കോമിട്ട് റെപ്രസെന്റ് ചെയ്ത് സെറ്റ് ആക്കി എഴുതണം. ഓക്കെ അല്ലേ? ഈ വെൻ ഡയഗ്രത്തിൽ നിന്ന് എടുത്ത് വേണം അത് എഴുതാൻ. അടുത്തത് അതേപോലെ തന്നെ ബിനെയും റോസ്റ്റർ ഫോമിൽ എഴുതണം. നെക്സ്റ്റ് മൂന്നാമത്തെ ക്വസ്റ്റ്യൻ, വെരിഫൈ എ യൂണിയൻ ബി ഓൾ കോംപ്ലിമെന്റ് ഈക്വൽ ടു എ കോംപ്ലിമെന്റ് ഇന്റർസെക്ഷൻ ബി കോംപ്ലിമെന്റ്. നമ്മൾ നേരത്തെ ചെയ്ത പോലെ തന്നെ പ്രോബ്ലം എന്താണ്? ഡി മോർഗൻസ് ലോ വെരിഫൈ ചെയ്യാനാണ് പറഞ്ഞേക്കുന്നത്. നെക്സ്റ്റ് എന്താ കണ്ടുപിടിക്കാൻ പറയണം? ഫൈൻഡ് നമ്പർ ഓഫ് എ ഇന്റർസെക്ഷൻ ബി ഓൾ കോംപ്ലിമെന്റ്. എ ഇന്റർസെക്ഷൻ ബി ഓൾ കോംപ്ലിമെന്റിന്റെ നമ്പർ ഓഫ് എലമെന്റ്സ് എത്രയാണ്, അതിൽ എത്ര എലമെന്റ്സ് ഉണ്ടെന്നുള്ളതും കാണണം. ഓക്കെ, നോക്കട്ടാ. ഫസ്റ്റത്തേത് നോക്കാം. ഫസ്റ്റത്തെ ആൻസർ എന്താണ്? എനെയും ബിനെയും റോസ്റ്റർ ഫോമിൽ എഴുതാം എന്നാണ് പറയുന്നത്. എ എന്ന് പറയുന്ന സെറ്റ് ഏതാണ്? ഈ ഫസ്റ്റത്തെ ഈ സർക്കിൾ ആണ് എ എന്ന് പറയുന്നത് അല്ലെ. അതേപോലെ ഈ രണ്ടാമത്തെ സർക്കിളിനെയാണ് ബി എന്ന് പറയുന്ന സെറ്റ് ആയിട്ട് കൺസിഡർ ചെയ്തേക്കുന്നത്. അപ്പൊ എയിൽ ആരൊക്കെയാ വരുന്നത്? ഈ സർക്കിളിന്റെ ഉള്ളിൽ ആരൊക്കെയാ വരുന്നത്? എ എന്ന് പറയുന്ന സർക്കിളിൽ 6 വരുന്നുണ്ട്, 10 വരുന്നുണ്ട്. നെക്സ്റ്റ് അതേപോലെ എ എന്ന് പറയുന്നത് ഇതാ ഇങ്ങനെ കവർ ചെയ്ത് പോയതാണ് അല്ലെ. അപ്പൊ ആരൊക്കെ വരും? 3ഉം 4ഉം കൂടെ വരുന്നുണ്ട്. അപ്പൊ എ എന്ന് പറയുന്ന സെറ്റ്, ഒന്നാമത്തെ ക്വസ്റ്റ്യൻ, എ എന്ന് പറയുന്ന സെറ്റ് 6, 10, 3, 4. 6, 10, 3, 4. ഓക്കെ ആണല്ലോ. നെക്സ്റ്റ് ബി എന്ന് പറയുന്ന സെറ്റ് ഇതേപോലെ തന്നെ എഴുതാം. ബി എന്ന് പറയുന്നത് രണ്ടാമത്തെ സർക്കിളിൽ. ബി എന്ന് പറയുമ്പോ ഈ രണ്ടാമത്തെ സർക്കിളിൽ വരുന്ന എലമെന്റ്സുകൾ എല്ലാവരാണ് ബിയിൽ വരുന്നത് അല്ലെ. അപ്പൊ ബിയിൽ ആർക്ക് വരും? 2, 5. പിന്നെ അതാ ബി ഇങ്ങനെയാ പോണം. അപ്പൊ ആരും കൂടി ഉണ്ട്? 3ഉം 4ഉം കൂടി ഉണ്ട്. ഓക്കെ, അപ്പൊ അതെങ്ങനെയായിരിക്കും വരുന്നത്? ബി ഈക്വൽ ടു 2, 5, 3, 4. 2, 5, 3, 4. ഓക്കെ ആണല്ലോ. എയും ബിയും കിട്ടി. ഇനി രണ്ടാമത്തെ ക്വസ്റ്റ്യൻ എന്താ പറയുക? വെരിഫൈ എ യൂണിയൻ ബി ഓൾ കോംപ്ലിമെന്റ് ഈക്വൽ ടു എ കോംപ്ലിമെന്റ് ഇന്റർസെക്ഷൻ ബി കോംപ്ലിമെന്റ് എന്നാണ്. അതായത് രണ്ടാമത്തെ ക്വസ്റ്റ്യൻ, എ യൂണിയൻ ബി ഓൾ കോംപ്ലിമെന്റ് ഈക്വൽ ടു എ കോംപ്ലിമെന്റ് ഇന്റർസെക്ഷൻ ബി കോംപ്ലിമെന്റ് എന്നാണ്. എ യൂണിയൻ ബി ഓൾ കോംപ്ലിമെന്റ് ഈക്വൽ ടു എ കോംപ്ലിമെന്റ് ഇന്റർസെക്ഷൻ ബി കോംപ്ലിമെന്റ്. ഇത് ഇമ്പോർട്ടന്റ് ആണ്, പഠിക്കാം. ഇതിൽ നമ്മൾ നേരത്തെ ചെയ്ത പോലെ തന്നെ അല്ലെ. ലെഫ്റ്റ് സൈഡും റൈറ്റ് സൈഡും എന്താണെന്ന് പ്രൂവ് ചെയ്യണം? ഈക്വൽ ആണെന്ന് പ്രൂവ് ചെയ്യണം. ലെഫ്റ്റ് സൈഡ് ആദ്യം ചെയ്യുക, റൈറ്റ് സൈഡ് ആദ്യം ചെയ്യുക. അത് രണ്ടും ഈക്വൽ ആണെന്ന് പ്രൂവ് ചെയ്യാം. ഓക്കെ ഓക്കെ അതിന് യൂണിവേഴ്സൽ സെറ്റ് ആദ്യം നമുക്ക് എഴുതണം. യൂണിവേഴ്സൽ സെറ്റിൽ ആരൊക്കെയാ വരുന്നത്? 1 മുതൽ 13 വരെയാണെന്ന് യൂണിവേഴ്സൽ സെറ്റ് തന്നിട്ടുണ്ട്. അപ്പൊ സെറ്റ് 1, 2, 3, 4, 5, 6, 7, 8, 9, 10, 11, 12, 13. ഇത്രയും എലമെന്റ്സ് ആണ് യൂണിവേഴ്സൽ സെറ്റിൽ. ഇനി അടുത്തത് എന്ത് ചെയ്യണം? ഫസ്റ്റ് നമ്മൾ ലെഫ്റ്റ് സൈഡ് ചെയ്യും. അതായത് എ യൂണിയൻ ബി ഓൾ കോംപ്ലിമെന്റ് ആണ് നമ്മൾ കാണാൻ പോകുന്നത്. ആദ്യം തന്നെ എന്ത് ചെയ്യണം? ബ്രാക്കറ്റിന്റെ ഉള്ളിലത്തെ എലമെന്റ്സ് ആണ് ആദ്യം കണ്ടുപിടിക്കേണ്ടത്. അതായത് എ യൂണിയൻ ബി കണ്ടുപിടിക്കണം. എ യൂണിയൻ ബി ഈക്വൽ ടു സെറ്റ് എയുടെയും ബിയുടെയും യൂണിയൻ എടുക്കുക. അതായത് എയും ബിയും ഒരുമിച്ച് ഒരു സെറ്റിന്റെ ഉള്ളിൽ റെപ്രസെന്റ് ചെയ്യുക. അപ്പൊ നമുക്ക് വരും 6, 10, 3, 4. അടുത്തത് 2, 5. 3, 4 ഉണ്ട്. പക്ഷെ ഓൾറെഡി എയിൽ 3, 4 ഉള്ളതുകൊണ്ട് അത് നമ്മൾ അവിടെ എഴുതിയിട്ടുണ്ട്. ഇനി വീണ്ടും റിപ്പീറ്റേഷൻ ചെയ്യാൻ പാടില്ല. ഓക്കെ, എ യൂണിയൻ ബി കിട്ടി. നെക്സ്റ്റ് എന്ത് ചെയ്യണം? എ യൂണിയൻ ബിയുടെ കോംപ്ലിമെന്റ് ആണ് കാണാനുണ്ടായിരുന്നത് അല്ലെ. കോംപ്ലിമെന്റ് കാണാം. എ യൂണിയൻ ബി കോംപ്ലിമെന്റ് ഈക്വൽ ടു എന്ത് ചെയ്യണം? കോംപ്ലിമെന്റ് എന്ന് പറയുമ്പോൾ യൂണിവേഴ്സൽ സെറ്റിൽ നിന്ന് വേണം മാറ്റാൻ. അതായത് എ യൂണിയൻ ബിയുടെ കോംപ്ലിമെന്റ് ആണ്. അപ്പൊ എ യൂണിയൻ ബി എന്ന് പറയുന്ന സെറ്റിനെ യൂണിവേഴ്സൽ സെറ്റിൽ നിന്ന് മാറ്റി എഴുതണം. യൂണിവേഴ്സൽ സെറ്റിൽ നിന്ന് മാറ്റി എഴുതണം എന്ന് പറയുമ്പോൾ ഏതൊക്കെ നമ്പേഴ്സ്? എ യൂണിയൻ ബിനെ മാറ്റിയിട്ട് ബാക്കി യുവിൽ ആരൊക്കെയുണ്ടോ അവരെ എഴുതണം. അപ്പൊ 1, 2 എഴുതാൻ പറ്റൂല, 3 എഴുതാൻ പറ്റൂല, 4 പറ്റൂല, 5 പറ്റൂല, 6 പറ്റൂല, 7, 8, 9, 10 പറ്റൂല. 10 ഇവിടെ ഉള്ളതാണ്. നെക്സ്റ്റ് 11, 12, 13. ഇത്ര എലമെന്റ്സ് ആണ് ഇവിടെ വരുന്നത് എ യൂണിയൻ ബി ഓൾ കോംപ്ലിമെന്റിൽ വരുന്നത്. ഓക്കെ, ഇനി ഇതേപോലെ തന്നെ എന്ത് ചെയ്യുക? റൈറ്റ് സൈഡ് ചെയ്യുക. റൈറ്റ് സൈഡ് എന്ന് പറയുന്നത് എ കോംപ്ലിമെന്റ് ഇന്റർസെക്ഷൻ ബി കോംപ്ലിമെന്റ് ആണ്. അപ്പൊ ആദ്യം എന്ത് കണ്ടുപിടിക്കണം? എ കോംപ്ലിമെന്റ് കാണണം. എ കോംപ്ലിമെന്റ് എന്ന് പറയുന്നത് എന്തായിരുന്നു? എ എന്ന് പറയുന്ന സെറ്റിനെ യൂണിവേഴ്സൽ സെറ്റിൽ നിന്ന് മാറ്റിയിട്ട് ബാക്കി യൂണിവേഴ്സൽ സെറ്റിൽ വരുന്ന എലമെന്റ്സ് എഴുതണം. എ എന്ന് പറയുന്ന സെറ്റ് 6ഉം 10ഉം 3ഉം 4 ആണ്. ആ എലമെന്റ്സ് മാറ്റാ, ബാക്കി യുവിലുള്ളവരെ എഴുതാം. അപ്പൊ 1, 2, 3, 4 മാറ്റാ, 5, 6 എഴുതണ്ട, 7, 8, 9, 10 ഇല്ല, 11,
12, 13. ഇതാണ് എ കോംപ്ലിമെന്റിൽ വരുന്നത്. അതേപോലെ നെക്സ്റ്റ് ബി കോംപ്ലിമെന്റ് എഴുതാം. ബി കോംപ്ലിമെന്റ് എന്ന് പറയുന്നത് എന്തായിരുന്നു? യൂണിവേഴ്സൽ സെറ്റിൽ നിന്ന് ബി എന്ന് പറയുന്ന സെറ്റിനെ മാറ്റാം, ബാക്കി യുവിലുള്ള എലമെന്റ്സ് എഴുതാം. ബി എന്ന് പറയുന്ന സെറ്റിൽ ആരൊക്കെയാണ്? 2ഉം 5ഉം 3ഉം 4ഉം ഇവരെ മാറ്റാം, ബാക്കി യുവിലുള്ളവർ എഴുതാം. അപ്പൊ 1, 2 വരില്ല, 3 വരില്ല, 4 വരില്ല, 5 വരില്ല. നെക്സ്റ്റ് 1, 6, 7, 8, 9, 10, 11, 12, 13 ഇത്ര എലമെന്റ്സ് ആണ് പറഞ്ഞത്. ഇനി എന്ത് ചെയ്യണം? എ കോംപ്ലിമെന്റ് ബി കോംപ്ലിമെന്റും തമ്മിൽ ഇന്റർസെക്ഷൻ ആണ് എടുക്കേണ്ടത് അല്ലെ. എ കോംപ്ലിമെന്റ് ഇന്റർസെക്ഷൻ ബി കോംപ്ലിമെന്റ് ആണ്. എ കോംപ്ലിമെന്റും ബി കോംപ്ലിമെന്റ് ഇന്റർസെക്ഷൻ എടുക്കുമ്പോൾ എങ്ങനെ വരും? ഇന്റർസെക്ഷൻ എന്ന് വെച്ചാൽ രണ്ട് സെറ്റിലും കോമൺ ആയിട്ട് ഒരേപോലെ വരുന്ന എലമെന്റ്സിനെയാണ് എഴുതേണ്ടത്. അപ്പൊ ഒരേപോലെ വരുന്നവർ ആരൊക്കെയാണ്? 1, പിന്നെ ഏതാ വരുന്നത്? 7, 8, 9, 10 ഇല്ല, 11, 12, 13 ഇത്ര എലമെന്റ്സ് ആണ് വരുന്നത്. 1, 7, 8, 9, 11, 12, 13. ഇനി നോക്കിയേ, ഈ ലെഫ്റ്റ് സൈഡും റൈറ്റ് സൈഡും എന്താണ്? ഈക്വൽ ആണ്. അതുകൊണ്ട് നമുക്ക് എന്ത് എഴുതാം? therefore A union B all complement equal to A complement intersection B complement എന്ന് എഴുതാം. ഓക്കെ ആണല്ലോ? ഓക്കെ, നോക്കിയേ, മൂന്നാമത്തെ ക്വസ്റ്റൻ ആണ് നമ്മൾ ചെയ്യാൻ പോണത്. നമ്പർ ഓഫ് എലമെന്റ്സ് ഓഫ് എ ഇന്റർസെക്ഷൻ ബി ഓൾ കോംപ്ലിമെന്റ്. അപ്പൊ ആദ്യം തന്നെ എന്ത് ചെയ്യണം? എ ഇന്റർസെക്ഷൻ ബി എന്താണെന്ന് കണ്ടുപിടിക്കണം. എ ഇന്റർസെക്ഷൻ ബി എന്ന് പറയുന്നത് എന്തായിരിക്കും? എയും ബിയും തമ്മിൽ ഇന്റർസെക്ഷൻ എടുക്കണം. എ എന്ന് പറയുന്ന സെറ്റ് കൂടി ഉണ്ട്, ബി എന്ന് പറയുന്ന സെറ്റ് ഉണ്ട്. അത് തമ്മിൽ ഇന്റർസെക്ഷൻ എടുക്കുമ്പോൾ ഇന്റർസെക്ഷൻ എന്ന് പറയുന്നത് കോമൺ എലമെന്റ്സ് ആരൊക്കെയാണ്? 3ഉം 4ഉം. അത് മാത്രം എഴുതാം. അതായത് എ ഇന്റർസെക്ഷൻ ബി എന്ന് പറയുമ്പോൾ 3ഉം 4ഉം വരും. ഇതിൽ നിന്ന് പിന്നെ നമുക്ക് എന്താ കാണേണ്ടത്? എ ഇന്റർസെക്ഷൻ ബി ഓൾ കോംപ്ലിമെന്റ് ആണ് വേണ്ടത്. അപ്പൊ ഓൾ കോംപ്ലിമെന്റ് ഈക്വൽ ടു എ ഇന്റർസെക്ഷൻ ബി ഓൾ കോംപ്ലിമെന്റ് എന്ന് പറയുമ്പോൾ യൂണിവേഴ്സൽ സെറ്റിൽ നിന്നും എ ഇന്റർസെക്ഷൻ ബിനെ മാറ്റാം, ബാക്കി യുവിൽ ആരൊക്കെയുണ്ടോ ആ എലമെന്റ്സ് എഴുതാം. അതായത് 3ഉം 4ഉം ഒഴിച്ച് ബാക്കി യൂണിവേഴ്സൽ സെറ്റിലത്തെ എല്ലാ എലമെന്റിനെ എഴുതണം. അപ്പൊ ഏതൊക്കെ വരും? 1, 2, 3ഉം 4ഉം കഴിഞ്ഞാൽ നെക്സ്റ്റ് 5, 6, 7, 8, 9, 10, 11, 12, 13 ഇത്ര എലമെന്റ്സ് ആണ് പിന്നെ ബാക്കി യൂണിവേഴ്സൽ സെറ്റിൽ ബാലൻസ് വരുന്നത്. അങ്ങനെയാണെങ്കിൽ നമ്പർ ഓഫ് എ ഇന്റർസെക്ഷൻ ബി ഓൾ കോംപ്ലിമെന്റ്, നമ്പർ ഓഫ് എ ഇന്റർസെക്ഷൻ ബി ഇതിലത്തെ എലമെന്റ്സുകളുടെ എണ്ണമാണ് ചോദിച്ചിരിക്കുന്നത്. അത് എത്രയാണ്? 1, 2, 3, 4, 5, 6, 7, 8, 9, 10, 11 11 എലമെന്റ്സ് ആണ് ഇവിടെ ഉള്ളത്. എ ഇന്റർസെക്ഷൻ ബി ഓൾ കോംപ്ലിമെന്റിൽ ഉള്ള എലമെന്റ്സുകളുടെ എണ്ണം. ഓക്കെ ആണല്ലോ? ഓക്കെ, ലാസ്റ്റ് ക്വസ്റ്റ്യൻ ഉണ്ടോ? ലാസ്റ്റ് ക്വസ്റ്റ്യൻ ഇവിടെ നോക്കിയേ, ഇതേപോലെ തന്നെ ഡിമോർഗൻസ് ലോ. ഡിമോർഗൻസ് ലോ എന്തായാലും നിർബന്ധമായിട്ട് പഠിക്കണം, എന്തായാലും എക്സാമിന് ചോദിക്കുന്നതാണ് കേട്ടോ. യു എന്ന് പറയുന്ന യൂണിവേഴ്സൽ സെറ്റ് നമുക്ക് തന്നിട്ടുണ്ട്. എ എന്ന് പറയുന്നത് 2, 4, 6, 8ഉം ബി എന്ന് പറയുന്നത് 2, 3, 5, 7ഉം ആണ്. അങ്ങനെയാണെങ്കിൽ വെരിഫൈ എ ഇന്റർസെക്ഷൻ ബി ഓൾ കോംപ്ലിമെന്റ് ഈക്വൽ ടു എ കോംപ്ലിമെന്റ് യൂണിയൻ ബി കോംപ്ലിമെന്റ് എന്നാണ് പറഞ്ഞേക്കുന്നത്. ഇവിടെ നോക്കിട്ടാ, ആദ്യം എ ഇന്റർസെക്ഷൻ ബി ഓൾ കോംപ്ലിമെന്റ് ലെഫ്റ്റ് സൈഡ് നമ്മൾ നേരത്തെ ചെയ്ത പോലെ ചെയ്യും. എ ഇന്റർസെക്ഷൻ ബി ഓൾ കോംപ്ലിമെന്റിൽ ആദ്യം എന്താ കണ്ടുപിടിക്കണം? എ ഇന്റർസെക്ഷൻ ബി കണ്ടുപിടിച്ചിട്ട് വേണം കോംപ്ലിമെന്റ് കാണാൻ അല്ലെ. എ ഇന്റർസെക്ഷൻ ബി എന്ന് പറയുമ്പോൾ എയിലും ബിയിലും കോമൺ ആയിട്ടുള്ളവരെ മാത്രം എടുത്ത് എഴുതാം. എയിലും ബിയിലും കോമൺ ആയിട്ട് വരുന്നത് ആരൊക്കെയാണ്? 2 വരുന്നുണ്ട്, പിന്നെ ആരെങ്കിലും ഉണ്ടോ? ഇല്ല, 2 എന്ന് പറയുന്ന എലമെന്റ് മാത്രമേ ഉള്ളൂ കോമൺ ആയിട്ട്. അപ്പൊ എ ഇന്റർസെക്ഷൻ ബിയില് 2 മാത്രമേ ഉള്ളൂ. ഇനി അതാണോ കാണാനുണ്ടായിരുന്നത്? അല്ല, എന്താണ്? എ ഇന്റർസെക്ഷൻ ബിയുടെ കോംപ്ലിമെന്റ് ആണ് കാണാനുള്ളത് അല്ലെ. കോംപ്ലിമെന്റ് എന്ന് പറയുമ്പോ എ ഇന്റർസെക്ഷൻ ബിയിലത്തെ എലമെന്റ് ഒഴിച്ച് ബാക്കി യുവിൽ വരുന്നവരെല്ലാവരെയും എഴുതാം. അതായത് 2നെ മാറ്റി ബാക്കി യുവിൽ ആരൊക്കെ ഉണ്ടോ അവരെല്ലാവരും എടുത്ത് എഴുതാം. അതായത് 1 വരും, പിന്നെ 2 ഉണ്ട് പക്ഷെ 2 എഴുതാൻ പറ്റില്ല. നെക്സ്റ്റ് 3, 4, 5, 6, 7, 8, 9, 10 വരെയാണ് യുവിലുള്ളത്. അപ്പൊ അത്രയും എലമെന്റ്സ് 2നെ മാറ്റാം, ബാക്കി യുവിലുള്ള എലമെന്റ്സ്. ഇതാണ് എ ഇന്റർസെക്ഷൻ ബി ഓൾ കോംപ്ലിമെന്റ് കിട്ടിയത്. ഇനി നെക്സ്റ്റ് ഇതിന്റെ RHS റൈറ്റ് സൈഡ് കാണാം. റൈറ്റ് സൈഡ് എന്ന് പറയുന്നത് എ കോംപ്ലിമെന്റ് യൂണിയൻ ബി കോംപ്ലിമെന്റ് ആണ് അല്ലെ. എ കോംപ്ലിമെന്റ് യൂണിയൻ ബി കോംപ്ലിമെന്റ് എന്ന് പറയുമ്പോൾ എയുടെ കോംപ്ലിമെന്റും ബിയുടെ കോംപ്ലിമെന്റും കണ്ടുപിടിക്കണം. എന്നിട്ട് എന്ത് ചെയ്യണം? യൂണിയൻ കാണണം. എയുടെ കോംപ്ലിമെന്റ്
ഈക്വൽ ടു എയുടെ കോംപ്ലിമെന്റ് എങ്ങനെയാണ്? എ എന്ന് പറയുന്ന സെറ്റിനെ യുവിൽ നിന്ന് മൈനസ് ചെയ്യുക, എന്നിട്ട് യുവിൽ ബാക്കി ബാലൻസ് ഉള്ളവരെ എഴുതാം അല്ലെ. അപ്പൊ ഏതൊക്കെ ആയിരിക്കും? 2ഉം 4ഉം 6ഉം 8ഉം ഇത്രയും എലമെന്റ്സിനെ മാറ്റി ബാക്കി യുവിലുള്ള എലമെന്റ്സ് എഴുതണം. അപ്പൊ ഏതൊക്കെ വരും? 1 വരും, 2 വരൂല, 3 വരും, 4 ഇല്ല, 5, 6 ഇല്ല, 7, 8 ഇല്ല, 9 വരും, 10 വരും. ഓക്കെ ആണല്ലോ. നെക്സ്റ്റ് ഇതേപോലെ തന്നെ എന്ത് കണ്ടുപിടിക്കുക? ബി കോംപ്ലിമെന്റും കണ്ടുപിടിക്കുക. ബി കോംപ്ലിമെന്റ് എന്ന് പറയുമ്പോൾ ബീനെ ഡിലീറ്റ് ചെയ്തിട്ട് യുവിൽ നിന്നും ബീനെ ഡിലീറ്റ് ചെയ്യുക, ബാക്കി യുവിലത്തെ എലമെന്റ്സ് എഴുതാം. അപ്പൊ ബീനെ ഡിലീറ്റ് ചെയ്യാന്ന് പറയുമ്പോൾ 2, 3, 5, 7 ഈ എലമെന്റ്സിനെ എഴുതാതെ ബാക്കി യുവില് ഇവരെ മാറ്റിയിട്ട് ബാക്കി യുവിലുള്ള എലമെന്റ്സ്. അപ്പൊ ആരൊക്കെ ആയിരിക്കും? 1, 2 ഇല്ല, 3 ഇല്ല, 4, 5 എഴുതണ്ട, 6, 7 എഴുതണ്ട, 8, 9, 10 ഇത്ര എലമെന്റ്സ് ആണ് ബി കോംപ്ലിമെന്റിൽ വരുന്നത്. ഇനി അടുത്തത് എന്താ കണ്ടത്? എ കോംപ്ലിമെന്റും ബി കോംപ്ലിമെന്റും തമ്മിൽ യൂണിയൻ ആണ് കണ്ടുപിടിക്കേണ്ടത്. അതായത് എ കോംപ്ലിമെന്റ് യൂണിയൻ ബി കോംപ്ലിമെന്റ് ഇത് തമ്മിൽ കണ്ടുപിടിക്കണം. യൂണിയൻ എന്ന് പറഞ്ഞാൽ എന്താ? രണ്ട് സെറ്റിനെയും ഒരുമിച്ച് എഴുതണം. റിപ്പീറ്റേഷൻ ഉള്ളവർ എത്ര പ്രാവശ്യം? ഒരു വട്ടമേ എഴുതാൻ പാടുള്ളൂ. അപ്പൊ എങ്ങനെയൊക്കെ വരും? 1, 2 ഇല്ല, 3, 4, 5, 6, 7, 8, 9, 10 ഇത്ര എലമെന്റ്സ് ആണ് വരുന്നത് അല്ലെ. ഇനി ഇവിടെ നോക്കിയേ, രണ്ട് സെറ്റും എന്ത് തന്നെയാണ്? സെയിം തന്നെയാണ്. അതായത് നമുക്ക് എന്താ, നമ്മളിത് വെരിഫൈ ചെയ്തു. അതായത് എന്താ? എ ഇന്റർസെക്ഷൻ ബി ഹോൾ കോംപ്ലിമെന്റ് ഈക്വൽ ടു എ കോംപ്ലിമെന്റ് യൂണിയൻ ബി കോംപ്ലിമെന്റ് എന്ന് വരും. അതായത് ഡി മോർഗൻസ് ലോ വെരിഫൈ ചെയ്യാനാണ്. ഓക്കെ ഓക്കെ ആണല്ലോ. ഓക്കെ, അപ്പൊ ഇത്രയും ക്വസ്റ്റ്യൻസ് ആണ് സെറ്റ് എന്ന് പറയുന്ന ചാപ്റ്ററിൽ ഇമ്പോർട്ടന്റ് ആയിട്ട് എക്സാമിന് ചോദിക്കുന്നത്. അപ്പൊ നമ്മൾ ഈ ചാപ്റ്റർ പഠിക്കണതിന്റെ ഒപ്പം തന്നെ ഈ ക്വസ്റ്റ്യൻസും നിർബന്ധമായിട്ടും എല്ലാവരും പഠിച്ചിരിക്കണം കേട്ടോ. ഓക്കെ, താങ്ക് യു.